ഇതിലെ ആരെങ്കിലും റിപ്പീറ്റേഴ്സ് ഉണ്ടോ? എല്ലാവരും സിവിൽ സർവീസ് UPSC എന്ന് പറയുന്ന സ്ട്രീമിലോട്ട് ന്യൂ ആണോ? റിപ്പീറ്റേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് പറയാമോ? ഫസ്റ്റ് അറ്റംപ്റ്റിന് വേണ്ടിയിട്ടാണ് മാം ജോയിൻ ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെയാണോ? അതായത് UPSC ജസ്റ്റ് ഒരു എന്താണ് UPSC എക്സാം ഉണ്ടെന്ന് മാത്രം അറിയാം, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആ ബേസിക്സ് അറിയേണ്ടവരാരെങ്കിലും ഉണ്ടോ? ജസ്റ്റ് നോ, ഇത്രയും ഒരു ക്രൗഡ് ആയതുകൊണ്ട് അതനുസരിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, UPSC എക്സാം എന്താണെന്ന് മാത്രം കേട്ടിട്ടുണ്ട്, ബാക്കി ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയില്ല അല്ലേ? അതല്ലേ എന്താണെന്ന് അറിയാം, ഫസ്റ്റ് അറ്റംപ്റ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. UPSC ഫസ്റ്റ് ടു ലാസ്റ്റ് എന്താണെന്നുള്ളതെല്ലാം അറിയാം. പക്ഷെ അതെ, ഇപ്പം എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് കുറച്ച് മുന്നേ സ്റ്റാർട്ട് ചെയ്തു, അത് പകുതിയിൽ സ്റ്റക്ക് ആയിപ്പോയി. ആൻഡ് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. ശരി ശരി, ഓക്കെ. അപ്പൊ ഞാൻ എന്തായാലും ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് കാര്യങ്ങൾ പറയാം. അപ്പോ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ എടുക്കുകയും ചെയ്യാം. ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ അവരിപ്പോ റേസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അവർക്കും എന്താ ഉപകാരപ്പെടട്ടെ. ഓക്കെ ശരി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ UPSC ജേർണി ഞാൻ സ്റ്റാർട്ട് ചെയ്ത് 2016 ആസ് യു നോ, ആ സമയത്ത് യൂട്യൂബ് ഒന്നും അത്ര ഇതുപോലെ അത്രയും എന്താ ഈസി ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു അവസ്ഥയിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഡൽഹിയിലാണ് പോയി കോച്ചിങ് ചെയ്തത്. ആ സമയത്ത് 2016 എന്ന് പറയുമ്പോഴത്തേക്ക് ആ സമയത്ത് യൂട്യൂബ് ഒക്കെ യൂസ് ചെയ്യുന്ന കുട്ടികൾ വളരെ കുറവായിരുന്നു. അവിടെ ചാണക്യ IAS അക്കാഡമിയിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം UPSC എക്സാം എന്താണെന്ന് ഈ ക്രോണിക്കിൾ അതുപോലുള്ള ലൈക്ക് മാഗസിൻ, ന്യൂസ് പേപ്പേഴ്സ് ഇതുവഴിയൊക്കെ അറിഞ്ഞൊരു അറിവ് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു അറിവ് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഡൽഹി പോയ സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ സ്ട്രഗിൾ ചെയ്ത് ഫിനാൻഷ്യൽ സ്ട്രഗിൾ ആണ്. അവിടുത്തെ ഫീസ് എന്ന് പറയുന്നത് 1.3K ലൈക്ക് 1,30,000 ആയിരുന്നു അവിടുത്തെ ഫീസ് വരുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു ഫീസ് കൊടുത്തിട്ട് അവിടുത്തെ PG മാത്രം 6,800 ആയിരുന്നു PG. അത് 4 പിള്ളേർ ചേർന്നിട്ട് ഒരു റൂം. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് പഠിക്കാൻ പോയത്. പക്ഷെ ഇത് UPSC ഒരു ഫയർ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് എന്റെ ബുദ്ധിമുട്ടൊന്നും ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നിയില്ല. അപ്പോ ചാണക്യ IAS അക്കാഡമി ജോയിൻ ചെയ്തു, അവരുടെ മെറ്റീരിയൽസ് എല്ലാം കിട്ടി. അപ്പോൾ ഫസ്റ്റ് ബെഞ്ചിലായിരുന്നു ഞങ്ങൾ ഇരുന്നത്, ഞാനും 2-3 മലയാളികളും ഉണ്ടായിരുന്നു. അതിനുശേഷം ഫസ്റ്റ് ഡേ ആ ഒരു ക്ലാസ് ഓറിയന്റേഷൻ എല്ലാം കഴിഞ്ഞു. സെക്കൻഡ് ഡേ മുതൽ നമ്മൾ വളരെ ആവേശത്തോടുകൂടി ഫസ്റ്റ് ആ ഒരു റോയിൽ തന്നെ ആദ്യമേ വന്നിരിക്കും. ഒരു ക്ലാസ്സിൽ അറൌണ്ട് 200-260 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ ഈ ലാസ്റ്റ് ഇരിക്കുന്നവർക്കൊന്നും ഒന്നും കേൾക്കാനൊന്നും പറ്റില്ല. അപ്പോ ഫസ്റ്റ് റോയിലായിരിക്കും ഞങ്ങൾ ഇരിക്കുക. അപ്പോൾ ഞങ്ങള് അത്രയും അറ്റൻറ്റീവായിട്ട് അത്രയും ആവേശത്തോടു കൂടിയാണ് ഈ ഒരു UPSC ജേർണി സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് കിട്ടിയതെന്ന് പറഞ്ഞാല് ഇവര് റിപ്പീറ്റേഴ്സിന് വേണ്ടിയിട്ടാണ് ക്ലാസ് എടുത്തത്. അപ്പോൾ ഈവൻ സ്റ്റേറ്റ് എന്താണ്, ആർട്ടിക്കിൾ എന്താണെന്ന് പോലും അറിയാത്ത ഞങ്ങളോടാണ് ആർട്ടിക്കിൾ 1 to 11 ഒറ്റ ക്ലാസ്സിൽ എടുത്ത് തീർത്തു. അപ്പൊ ഇതില് ഞങ്ങൾക്ക് പല വാക്കുകളും പുതിയതാണ്. ഇന്നത്തെ കുട്ടികള് 4th സ്റ്റാൻഡേർഡിൽ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും കോൺസ്റ്റിറ്റ്യൂഷനും നൾ ആൻഡ് വോയിഡ് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ അവര് DPSP ഒക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഈ ഡിഗ്രി എക്കണോമിക്സ് ഒക്കെ എടുത്ത് വന്ന ആർട്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഞങ്ങൾക്ക് ഈ ഒരു എന്താ പറയാ തിക്കായിട്ടുള്ള ആർട്ടിക്കിൾസ്, അതായത് ആർട്ടിക്കിൾ അങ്ങനെ റോ ആയിട്ടാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു അത്രയും ബുദ്ധിമുട്ട് സഹിച്ച് ഞങ്ങൾ വിചാരിച്ചു നമ്മൾ തുടക്കക്കാരായതുകൊണ്ടാണെന്ന് വിചാരിച്ചു. പിന്നീട് അങ്ങോട്ട് പോയപ്പോഴാണ് മനസ്സിലായത് UPSC എക്സാമിനേഷൻ ഇവര് പഠിപ്പിക്കുന്നതും എക്സാമിന് വരുന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഓക്കെ, രണ്ടും തമ്മിൽ ഒരിടവും മീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ട് അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇരുന്നാൽ കൂടി ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇത് എവിടെ നിന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോ ഞാനിത് പറയാൻ കാര്യം എല്ലാ ബിഗിനേഴ്സിന്റെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. ഓക്കെ, പിന്നെ രണ്ടാമതായിട്ട് ഞാൻ ഈ ഒരു പോയിന്റ് പറയാൻ ഉദ്ദേശിച്ചത് UPSC എക്സാം 0.1 ചാൻസ് ആണ് ഓരോരുത്തരും സെലക്ട് ആവാനുള്ളത്. അപ്പോൾ അതില് ഈ ഒരു അക്കാഡമി ചാർജ് ചെയ്യുന്ന ക്യാഷ് എന്ന് പറയുമ്പോഴത്തേക്കും 1,30,000 പ്ലസ് ഓപ്ഷണൽ സബ്ജക്റ്റ് ആണെങ്കിൽ അതിന് 40,000 എക്സ്ട്രാ. ഇതെല്ലാം കൂടി ഇത്രയാണ് അവര് ചാർജ് ചെയ്യുന്നത്. ഹ്യൂജ് എമൗണ്ട് ആണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു ഹൈപ്പ് ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഈ അക്കാഡമീസ് തന്നെയാണ്. അതിപ്പോ ഞാനിപ്പോ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. UPSC എക്സാം എന്ന് പറഞ്ഞത് ഇറ്റ്സ് ഓൾ അബൌട്ട് അവർ അപ്രോച്ച്. ഞാൻ 2016 പഠിച്ചു,
17-ൽ പഠിച്ചു, 18-ൽ പഠിച്ചു, ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ തന്നെ ധൈര്യമില്ല. അക്കാഡമീസിൽ ഇങ്ങനെ ഞാൻ കണ്ടിന്യൂ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കിത് അറ്റംപ്റ്റ് ചെയ്യാനുള്ള ധൈര്യമില്ല. കാര്യം ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴത്തേക്ക് എന്റെ ധൈര്യം ചോർന്നുമാണ്. ഞാൻ പഠിച്ചതൊന്നും വരുന്നില്ല. അപ്പൊ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഓരോ അറ്റംപ്റ്റിനും മാർക്ക് 44, 45 ഇതൊക്കെയാണ് എന്റെ മാർക്സ്. പക്ഷെ എപ്പോ തൊട്ടാണോ ഞാൻ UPSCയെ കറക്റ്റായിട്ട് അപ്രോച്ച് ചെയ്തത്, അപ്പൊ മുതൽ എന്റെ സ്കോർ ഉയരാൻ തുടങ്ങി. ടെസ്റ്റ് സീരീസിലായാലും ശരി 32, 34 കിടന്ന എന്റെ സ്കോർ 90, 94, 100, 105 ഇതിലോട്ടൊക്കെ പോകാൻ തുടങ്ങി. പിന്നെ CSATന്റെ കാര്യം പറയുകയാണെങ്കിൽ കോംപ്രിഹെൻഷൻ എനിക്ക് വായിച്ചാൽ ഒന്നും മനസ്സിലാകാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ തുടങ്ങിയത്. കാര്യം കോംപ്രിഹെൻഷന്റെ തിക് ലാംഗ്വേജ്, ഇടയ്ക്ക് വരുന്ന ഈ വേർഡ്സ്, അതിലൊക്കെ ഞാൻ സ്റ്റക്കാവും. ഓവറോൾ എന്തൊക്കെയോ മനസ്സിലാവുന്നുണ്ടെങ്കിലും ഈ ഒരു വേർഡ്സിന്റെ ആ ഒരു വൊക്കാബുലറിയുടെ കുറവ്, ആ ഒരു എക്സ്റ്റൻസീവ് റീഡിങ്ങിന്റെ കുറവ് കാരണം എനിക്ക് കോംപ്രിഹെൻഷൻ വായിച്ച് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, നല്ലോണം വർക്ക് ചെയ്യാൻ തുടങ്ങി കോംപ്രിഹെൻഷന് വേണ്ടിയിട്ട്. കാര്യം കോംപ്രിഹെൻഷൻ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് ആണ്. നമ്മൾ പത്രം വായിക്കുന്നു, നമ്മൾ ഈ എന്താ പറയാ പൊളിറ്റി വായിക്കുന്നു, സ്റ്റാൻഡേർഡ് ബുക്സ് വായിക്കുന്നു, ഇതിനെല്ലാം നമുക്ക് കോംപ്രിഹെൻഷൻ വളരെ നന്നായിട്ട് പ്രിപ്പറേഷൻ അതിന്റെ കൂടെ തന്നെ നടക്കും. അപ്പൊ നമുക്ക് കോംപ്രിഹെൻഷൻ വായിച്ചെടുക്കാൻ നേരത്തെയൊക്കെ ഒരു കോംപ്രിഹെൻഷനും കൊണ്ട് ഞാൻ അരമണിക്കൂർ 3/4 മണിക്കൂർ ഇരിക്കുന്ന ഞാൻ 5 സെക്കൻഡ്സ് 10 സെക്കൻഡ്സിൽ കോംപ്രിഹെൻഷൻ വായിച്ച ആൻസറിലേക്ക് എത്താൻ തുടങ്ങി. ഇത് എന്റെ അപ്രോച്ച് ഞാൻ മാറ്റിയത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു UPSC ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണിൽ കൂടെ ആൻസറിലേക്ക് എത്താൻ പറ്റിയത്. അപ്പൊ നിങ്ങള് ഇപ്പൊ ബിഗിനേഴ്സ് ആണെങ്കിലും ശരി, ബിറ്റ്വീൻ ആയിട്ട് മുടങ്ങിപ്പോയവരായാലും ശരി, സ്റ്റക്ക് ആയി പോയവരാണെങ്കിലും ശരി, നിങ്ങൾക്കായാലും ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യും. കാര്യം നമ്മള് പഠിക്കുന്നത് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. അതായത് അപ്രോച്ച് മാറ്റാതെ UPSC ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കാതെ നിങ്ങൾ ഈ അക്കാഡമീസ് തരുന്ന സ്റ്റാറ്റിക് ആയിട്ടുള്ള സാധനം മാത്രം വിഴുങ്ങിയത് കൊണ്ട് ഒരു കാര്യവുമില്ല, എക്സാം ക്രാക്ക് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ തന്നെ അറിയാം, 15 ലക്ഷം പേരാണ് ഓരോ പ്രാവശ്യവും ഈ ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത്. അതിൽ ധൈര്യമില്ലാത്ത കുറെ പേര് കൊഴിഞ്ഞു പോകും. ഒരു 11 to 10 ലക്ഷം പേര് മാത്രമേ ഈ ഒരു എക്സാമിനേഷന് ധൈര്യപൂർവ്വം ഇത് പ്രിലിംസ് എഴുതാനായിട്ട് പോകാറുള്ളൂ. അതില് 14,000 പേരായിട്ടാണ് പ്രിലിംസ് കഴിയുമ്പോൾ 10 ലക്ഷത്തിൽ നിന്നും 14,000 പേരായിട്ട് ചുരുങ്ങുന്നു. എന്തുകൊണ്ട്? ഇതിനകത്ത് ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, വളരെയധികം അക്കാഡമിക് ടാലൻസ് ഉള്ളവരുണ്ട്. എന്നാൽ പോലും 14,000 പേരായിട്ട് ചുരുങ്ങുന്നു. വൈ? ഈ ഒരു കാര്യത്തിന് ആൻസർ നമ്മൾ കണ്ടെത്തിയാൽ നമ്മൾ പ്രിലിംസ് ഉറപ്പായിട്ട് ക്രാക്ക് ചെയ്യും. അപ്പൊ അതെങ്ങനെയെന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അത് മാത്രമല്ല, നിങ്ങളുടെ ഈ ഒരു ജേർണിയിൽ ഒരു മെന്റർ സപ്പോർട്ടിന്റെ അത്യാവശ്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കാര്യം ഞാൻ ഇത്രയും വർഷം UPSC ജേർണിൽ ഉണ്ടായിട്ടും എനിക്ക് ഓരോ തവണ ഓരോ ഹേർഡിലാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് റൈറ്റ് ആയിട്ട് മനസ്സിലാക്കി എനിക്ക് ഞാൻ എവിടെയാണ് സ്റ്റക്കായി പോയെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ അത്രയും സമയം എനിക്ക് വേസ്റ്റ് ആവില്ലായിരുന്നു, അല്ലെങ്കിൽ ആ ഇയർ എനിക്ക് വേസ്റ്റ് ആവില്ലായിരുന്നു. ഓക്കെ, അപ്പൊ അത്രയും ടൈം എനിക്ക് വേസ്റ്റ് ആവില്ലായിരുന്നു. ഒരാൾ റൈറ്റ് ആയിട്ട് എനിക്ക് ഇതാണ് പ്രശ്നം, ഇത് സോൾവ് ചെയ്ത് പോയാൽ നമുക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് റൈറ്റ് ആയിട്ടുള്ള സൊല്യൂഷനിലോട്ട് എത്താം എന്നൊരു റൈറ്റ് ആയിട്ട് ഒരു മെന്റർ എന്റെ കൂടെ ഉണ്ടായില്ല. അതുകൊണ്ടാണ് എനിക്ക് ഓരോ ഇയേഴ്സും ലോസ് ആയി പോയത്. പക്ഷെ UPSC പാറ്റേൺ അനുസരിച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്ന് പഠിച്ച ആ ഒരു വർഷം ഞാൻ ക്രാക്ക് ചെയ്തു. സോ നിങ്ങളും UPSC എക്സാം റൈറ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്താൽ മാത്രമേ ഈ 15 ലക്ഷത്തിൽ നിന്നും 14,000 പേരിലേക്കെങ്കിലും നിങ്ങൾക്ക് വരാൻ സാധിക്കുള്ളൂ. സോ ഐ വിൽ എക്സ്പ്ലെയിൻ യു ഹൗ. ജസ്റ്റ് എ മിനിറ്റ്, ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്യുന്നുണ്ട്.
Somebody trying to speak? Okay. So, ഈ ഒരു UPSC എക്സാമിൽ നമ്മുടെ അക്കാഡമിക് നോളജ് മാത്രമല്ല അളക്കുന്നത്, അനലിറ്റിക്കൽ എബിലിറ്റി, ഡിസിഷൻ മേക്കിംഗ്, റൈറ്റിംഗ് സ്കിൽസ്, പേഴ്സണാലിറ്റി, കൺസിസ്റ്റൻസി ആൻഡ് ഡിസിപ്ലിൻ. ഇങ്ങനെ UPSC എക്സാം നോളജ് ബേസിൽ മാത്രം നമ്മൾ അപ്രോച്ച് ചെയ്താൽ പോരാ. പ്ലസ് നമുക്ക് നോളജ് ഉണ്ടാവും, നമുക്ക് അക്കാഡമിക്കലി നമുക്ക് വളരെയധികം അറിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ആ നോളജ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണം. ഫസ്റ്റ് അനലിറ്റിക്കൽ എബിലിറ്റി വേണം. കാര്യം ഒരു ക്വസ്റ്റ്യന് 4-5 ലെയർ ഉണ്ട്. കാര്യം ഒരു ക്വസ്റ്റ്യൻ തന്നെ 4-5 ലെയർ ആയിട്ടായിരിക്കും അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അതിൽ നിന്നും നമ്മൾ ചിലപ്പോൾ 2 ഓപ്ഷനൊക്കെ എലിമിനേറ്റ് ചെയ്ത് ബാക്കി 2 ഓപ്ഷനിൽ സ്റ്റക്ക് ആവും. ആ 2 ഓപ്ഷനിൽ നിന്ന് ഒരു ഓപ്ഷനിൽ 1 only 1 and 2 ഇതിലായിരിക്കാം നമുക്ക് മാർക്ക് കിട്ടുമോ നെഗറ്റീവ് മാർക്കിംഗ് ആവും എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. സോ ഈ 1 only and 1 and 2 ഇതിലേക്ക് എത്താൻ, ഈ ഒരു കറക്റ്റ് ആയിട്ടുള്ള ആൻസറിലേക്ക് എത്താനുള്ള അനലിറ്റിക്കൽ എബിലിറ്റി നമുക്ക് വേണം. അതെന്താന്ന് പറഞ്ഞാൽ ആ ക്വസ്റ്റിന് തന്നെ ആൻസർ ഉണ്ട്. നമുക്ക് ആ ഒരു കീ വേർഡ് അല്ലെങ്കിൽ ആ ഒരു കറക്റ്റ് ആ ഒരു റൈറ്റ് ആയിട്ടുള്ള ആ ഒരു വേർഡ് ആയിരിക്കും. അത് എലിമിനേറ്റ് ചെയ്താൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഓപ്ഷനിലേക്ക് എത്താൻ പറ്റും. ചില ക്വസ്റ്റ്യൻസ് നമ്മൾ കാണുമ്പോൾ വളരെ ടഫാണെന്ന് തോന്നും. ഒരുപാട് 5-6 ഓപ്ഷൻസ് കാണും. ഓരോ സ്റ്റേറ്റ്മെന്റും ഭയങ്കര ടഫ് ആയിരിക്കും. പക്ഷെ അതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് അബ്സേർഡ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അതായത് നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ മണ്ടത്തരം സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കി എലിമിനേറ്റ് ചെയ്യാൻ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് എത്താൻ പറ്റും. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് 100 ക്വസ്റ്റ്യൻ ഉണ്ട്. 100 ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ ചെയ്യേണ്ട. UPSC 50% കൂടുതൽ കട്ട് ഓഫ് വന്നിട്ടില്ല. ഓക്കെ, UPSC 50% കൂടുതൽ ഇതുവരെയും കട്ട് ഓഫ് വന്നില്ല. KS വന്നിട്ടുണ്ട് 116. അത് നമ്മുടെ ഗവൺമെന്റിന്റെ കുഴപ്പമല്ലാതെ UPSC ഇതുവരെ കട്ട് ഓഫ് 95 എബവ് അങ്ങനെ പോയിട്ടില്ല. സോ നമുക്ക് ഈ 100 ക്വസ്റ്റ്യനിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട 50 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ എവിടാന്ന് വെച്ചാൽ അത് ഷഫിൾഡ് ആയിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്. 5 ടഫ് ആയിട്ടുള്ള കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യന്റെ ഇടയ്ക്കായിരിക്കും ഏറ്റവും എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. കാര്യം 3 ക്വസ്റ്റ്യൻ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റി കുറയാൻ തുടങ്ങും. കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആവും. അറിയാന്നുള്ളത് കൊണ്ടും തെറ്റിക്കും. അത് ടോപ്പേഴ്സ് വരെ പറഞ്ഞിട്ടുണ്ട്, അറിയാന്നുള്ള ക്വസ്റ്റ്യൻസ് കൊണ്ടൊന്ന് നമ്മൾ തെറ്റിക്കും. അപ്പോൾ നമ്മൾ റൈറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യണം. ഫസ്റ്റ് റൗണ്ടിൽ സിമ്പിൾ ആയിട്ടുള്ളത് മാത്രമേ നമ്മൾ ചെയ്യാവൂ. സെക്കൻഡ് റൗണ്ടിൽ ഒന്ന് ചിന്തിച്ചാൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാം. തേർഡ് റൗണ്ടിൽ മാത്രം 50-50 ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫോർത്ത് റൗണ്ടിൽ മാത്രമേ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതും വളരെ മിനിമം നമ്പർ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ ചെയ്താൽ നെഗറ്റീവ് അടിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് നമുക്ക് പറ്റുന്ന 50 ക്വസ്റ്റ്യനിലാണ്. നമുക്ക് പറ്റുന്ന 50 ക്വസ്റ്റ്യനിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. അത് എത്ര എണ്ണം ചെയ്താൽ നമുക്ക് ഈ 50 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു 40 ക്വസ്റ്റ്യൻസ് ശരിയാക്കാൻ പറ്റും, 45 ക്വസ്റ്റ്യൻസ് ശരിയാക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ തന്നെ ടെസ്റ്റ് സീരീസിലൂടെ കണ്ടെത്തേണ്ട കാര്യമാണ്. ഇപ്പൊ എനിക്കൊരു 75 to 80 ചെയ്താൽ എനിക്ക് സുഖമായിട്ട് ആ ഒരു കട്ട് ഓഫ് കടക്കാൻ പറ്റും. അത് എനിക്ക് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് കണ്ടെത്തിയ കാര്യമാണ്. സോ ബാക്കി 50 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ബാക്കി 30 ക്വസ്റ്റ്യൻസോളം വളരെ ടഫായിരിക്കും. ബാക്കി 40 ക്വസ്റ്റ്യൻസോളം ഇറ്റ് ഡിപ്പെൻസ്. 40 ക്വസ്റ്റ്യൻസോളം വളരെ ടഫായിരിക്കും. ഈ ടഫ് ക്വസ്റ്റ്യൻസിന്റെ പുറകെ പോകരുത്. ടഫ് ക്വസ്റ്റ്യൻസിന്റെ പുറകെ പോകുന്നത് നിങ്ങളുടെ സമയം കളയും, നിങ്ങളുടെ ഒരു വർഷം കളയും. ഈ ടഫ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ഓരോ അക്കാഡമീസും നമ്മളോട് പറയുന്നത്, ഈ ക്വസ്റ്റ്യൻ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഈ ക്വസ്റ്റ്യൻ ഞങ്ങളുടെ അക്കാഡമിയിൽ പഠിപ്പിച്ചിട്ട് ലൈക്ക് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും റിസോഴ്സ് ക്ലെയിം ചെയ്യും, ഈ ഒരു റിസോഴ്സിൽ നിന്നാണ് ഇത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അങ്ങനെ ഒന്നുമില്ല. കാര്യം എല്ലാ വർഷത്തെയും പാറ്റേൺ ഇതാണ്. ഒരു 50 to 60% ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിരിക്കും, ഷഫിൾഡ് ആയിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്. ടഫ് ആയിട്ടുള്ള ബാക്കി ക്വസ്റ്റ്യൻസിന്റെ ഇടയ്ക്കാണ്. അപ്പൊ നമ്മളത് റൈറ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റി ആ ഒരു എക്സാം പ്രഷറിൽ ആ 2 മണിക്കൂർ ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ എന്നുള്ളത് പോലും ഏറ്റവും കൂടുതൽ തെറ്റിച്ച് നെഗറ്റീവ് അടിക്കാൻ ചാൻസ് ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം, 15 ലക്ഷത്തിൽ മണ്ടന്മാരല്ല ഇരിക്കുന്നത്, അല്ലെങ്കിൽ 10 ലക്ഷത്തിൽ മണ്ടന്മാരല്ല ഇരിക്കുന്നത്. നമ്മളെ പോലെ അല്ലെങ്കിൽ ഒരു ആവറേജ് എക്സലന്റ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. പക്ഷെ എന്തുകൊണ്ട് അതിൽ നിന്ന് 14,000 ആയിട്ട് ചുരുങ്ങുന്നു? ഇതൊക്കെ തന്നെയാണ് കാര്യം. നോളജ് ബേസ് മാത്രമല്ല, നമുക്ക് എന്തൊക്കെ എബിലിറ്റി ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും, അതെല്ലാം ചെക്ക് ചെയ്യുന്നതാണ് ഈ ഒരു പ്രിലിംസ് എന്ന് പറയുന്നത്. ഏറ്റവും ടഫസ്റ്റ് പാർട്ട് പ്രിലിംസ് ആണ്. മെയിൻസ് പ്രഡിക്റ്റബിൾ ആണ്. പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മെയിൻസിൽ വരുന്നത്. അതിൽ നമുക്ക് നേരത്തെ കൂട്ടി പ്രിപ്പയർ ചെയ്ത് വെക്കാം, പ്രിപ്പയർ ചെയ്ത് പഠിച്ചിട്ട് പോവാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ബ്രെയിൻ സ്റ്റോം ഒന്നും അധികം ചെയ്യേണ്ട കാര്യമില്ല, പെട്ടെന്ന് തന്നെ എഴുതി പോവാം. പക്ഷേ പ്രിലിംസ് അങ്ങനെയല്ല, അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പൊ ഈ അൺപ്രഡിക്റ്റബിൾ എക്സാമിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ എല്ലാ കഴിവും യൂസ് ചെയ്യണം. നമുക്ക് എന്തെല്ലാം കഴിവുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യുന്ന എക്സാം ആണ്. അപ്പൊ നമ്മൾ നമ്മുടെ എല്ലാ കഴിവും യൂസ് ചെയ്യേണ്ടതാണ്. ഡിസിഷൻ മേക്കിംഗ് സ്കിൽ, റൈറ്റിംഗ് സ്കിൽ, പേഴ്സണാലിറ്റി, കൺസിസ്റ്റൻസി ആൻഡ് ഡിസിപ്ലിൻ. പ്രിലിംസ് ആയിക്കോട്ടെ മെയിൻസ് ആയിക്കോട്ടെ,
കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഡേ 1 തുടങ്ങേണ്ട സാധനമാണ്. ഇന്ന് പഠിച്ചത് നാളെ റിവിഷൻ ചെയ്യാതെ പുതിയതിലേക്ക് പോകരുത്. ഇന്ന് പഠിച്ചത് റിവിഷൻ ചെയ്തിട്ട് മാത്രം പുതിയ 10% പോകുക. 90% റിവിഷനും 90% റിവിഷനും 10% മാത്രമാണ് പുതിയത് പഠിക്കേണ്ടത്. ഇങ്ങനെ ഒരു സ്ട്രാറ്റജിക് ആയിട്ട് വളരെ കൃത്യമായിട്ടുള്ള അപ്രോച്ച് കൊണ്ട് നമുക്ക് പ്രിലിംസ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. മെയിൻസും ഈസി ആയിട്ട് നമുക്ക് മാർക്കിലേക്ക് എത്താം. മെയിൻസിന്റെ കാര്യം പറയുവാണെങ്കിൽ മെയിൻസിൽ ഇതുവരെയും 1200 മുകളിലേക്ക് മാർക്ക് പോയിട്ടില്ല. നിങ്ങൾക്ക് മാർക്ക് ലിസ്റ്റ് നോക്കി അറിയാം. അപ്പൊ അതിൽ തന്നെയും ഏറ്റവും ഈ ലാസ്റ്റ് 900 to 1000 ആണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള മാർക്സ്. അതുപോലും 50% ആണ്. ടോട്ടൽ 2025 ആണ്. അതിൽ 50% പോലും വരുന്നില്ല ചിലപ്പോൾ. അപ്പൊ അവിടെ നമ്മൾ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലോട്ട് പോകാനോ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൻസറിലേക്ക് പോകാനോ എക്സലന്റ് ആൻസറിലേക്ക് പോകാനോ ശ്രമിക്കരുത്. നമ്മൾ ഗുഡ് ടു ആവറേജിൽ നിന്നാൽ മാത്രം മതി. എസ് ഐക്കൊക്കെ മാർക്ക് കിട്ടിയത് നമുക്ക് ടോപ്പേഴ്സിന്റെ മാർക്ക് നോക്കിയാൽ അറിയാം എത്രയാണ് അവർ സ്കോർ ചെയ്തിരിക്കുന്നുള്ളത്. സോ ഈ ഒരു എക്സാം അപ്പോ വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാം ആണ്. പക്ഷെ റൈറ്റ് അപ്രോച്ചിലൂടെ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. അക്കാഡമീസ് ആണ് ഇതിന് ഏറ്റവും കൂടുതൽ കൺഫ്യൂസിങ് ആക്കുന്നത്, ടഫ് ആക്കുന്നത്, നമ്മളെ മനസ്സിലൊരു ഭയങ്കര ഒരു ഭയം ഉണ്ടാക്കുന്നത്. ഈ ഭയം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ റിസോഴ്സിന് പുറകെയും അക്കാഡമീസിന് പുറകെയും ഓടിക്കൊണ്ടേയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ യൂട്യൂബിലൊക്കെ എന്തുമാത്രം വീഡിയോസ് അവൈലബിൾ ആണ്, എന്തുമാത്രം ഈസി ആയിട്ടുള്ള റിസോഴ്സസ് അവൈലബിൾ ആണ്. എന്തുകൊണ്ട് എന്നിട്ട് ഈ എക്സാം ഇത്രയും ടഫായി നിൽക്കുന്നു? അത് നമ്മുടെ റൈറ്റ് അപ്രോച്ചിന്റെ കുഴപ്പം കൊണ്ട് മാത്രമാണ്. അത് മാത്രമല്ല, ഒരു സെൽഫ് സ്റ്റഡിയിൽ നമ്മൾ സെൽഫ് സ്റ്റഡി ആണ് ചെയ്യുന്നതെങ്കിൽ കൂടി പേഴ്സണൽ മെന്റർഷിപ്പ് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ഇയേഴ്സ് പൊക്കോണ്ടിരിക്കും. കാര്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ നമ്മൾ ഈ ഒരു ജേർണിയിൽ ടോപ്പിക്സ് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. നമ്മൾ കൂടുതൽ സമയമൊക്കെ എടുത്ത് PhD റിസർച്ച് ചെയ്യുമ്പോഴൊക്കെ അല്ലെങ്കിൽ PhDക്ക് പഠിക്കുമ്പോഴൊക്കെ നമ്മൾ അതിനെ പഠിക്കും. അപ്പൊ ഒരുപാട് സമയം പോവും. ചിലർ പൊളിറ്റി കൊണ്ട് മാത്രം 1 വർഷം ഇരിക്കാറുണ്ട്. പൊളിറ്റി ഹിസ്റ്ററി ഒക്കെ മാത്രം വെച്ചുകൊണ്ട് 1 വർഷത്തോളം ഇരിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ വളരെ അബദ്ധത്തിലേക്ക് നയിക്കുന്ന കാര്യമാണ്. അപ്പൊ ഒരു പേഴ്സണൽ മെന്റർഷിപ്പ് എടുക്കുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ജേർണിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കും. ആ സമയത്തെല്ലാം ഒരു പേഴ്സണൽ മെന്റർ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ആ ഹേർഡിൽ പെട്ടെന്ന് തന്നെ കടന്നു പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ UPSCയുടെ സ്റ്റേജസ് ഞാൻ പറഞ്ഞു. ഫസ്റ്റ് പ്രിലിമിനറി സ്റ്റേജ് ആണ്. GS പേപ്പർ 1 പേപ്പർ 2 ഉണ്ട്. പേപ്പർ 1 100 മാർക്സിലാണ്. കട്ട് ഓഫ് ഇതുവരെ 95 ആ ഒരു റേഞ്ചിലാണ് വന്നിട്ടുള്ളത് 200 മാർക്കിന്. CSAT എന്ന് പറയുന്നത് ക്വാളിഫയിങ് ആണ്. അതിന്റെ മാർക്സ് നമ്മൾ 33% എടുത്താൽ മാത്രമേ, 2 പേപ്പറും ക്ലിയർ ചെയ്താൽ മാത്രമേ പ്രിലിംസ് കടന്നു എന്ന് പറയാൻ പറ്റൂ. 120 ഉണ്ടായിരുന്നു. CSATന് ക്വാളിഫയിങ് മാർക്സ് പോലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു കാര്യമില്ല, പാസ്സാവില്ല. ഓക്കെ, സോ CSAT എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് കോംപ്രിഹെൻഷൻ 50%, പിന്നെ മാത്സ് ആപ്റ്റ്യൂഡ് അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് അങ്ങനെ ഒരു 50%. CSAT നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എന്തായാലും പത്രം വായിക്കും. ഈ പത്രം എന്ന് പറയുന്നത് ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യുക, കോംപ്രിഹെൻസീവ് ആയിട്ട് യൂസ് ചെയ്യുക. എല്ലാത്തിനും പത്രത്തിൽ നിന്നുള്ളത് നമുക്ക് യൂസ് ചെയ്യാം. GS പേപ്പേഴ്സ് ആയിക്കോട്ടെ, എത്തിക്സ് ആയിക്കോട്ടെ, CSAT ആയിക്കോട്ടെ, ഇതിനെല്ലാം ഒറ്റ സോഴ്സ് മതി. ഏതാണ്? പത്രം, ന്യൂസ് പേപ്പർ. നിങ്ങൾ വായിക്കുമ്പോൾ റീജിയണൽ എഡിഷൻ വായിക്കരുത്, നാഷണൽ എഡിഷൻ തന്നെ വായിക്കണം. റീജിയണൽ എഡിഷൻ വായിച്ചിട്ട് ഒരു കാര്യമില്ല, നാഷണൽ എഡിഷൻ തന്നെ വായിക്കണം. ഓക്കെ, അപ്പോൾ ഈ കോംപ്രിഹെൻഷൻ പാർട്ട് നമ്മൾ പത്രം വായിക്കുന്നതിലൂടെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. കാര്യം വൊക്കാബുലറീസ് ആയിക്കോട്ടെ, പുതിയ വാക്കുകളായിക്കോട്ടെ, ഇപ്പൊ ആംബിഗ്യൂറ്റി, ഡയലമ എന്നൊക്കെ വാക്കുകളായിക്കോട്ടെ, നമ്മൾ എന്നും അത് നോട്ട് ചെയ്ത് വെച്ച് പോയാൽ CSATൽ ഉറപ്പായിട്ടും കോംപ്രിഹെൻഷനിൽ നമ്മൾ തട്ടി നിൽക്കുന്ന ആ വാക്കുകളിലായിരിക്കും. ആ വാക്കുകളുടെ മീനിങ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. സോ CSATൽ നമ്മൾ 50-50 നിൽക്കാം. കോംപ്രിഹെൻഷനും നോക്കണം, ഈ മാത്സും അധികം മെന്റൽ എബിലിറ്റി, ആപ്റ്റിറ്റ്യൂഡ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഫോക്കസ് ചെയ്യണം. കോംപ്രിഹെൻഷൻ മാത്രം കൊണ്ട് നമുക്ക് CSAT പാസ്സാവില്ല, മാത്സ് മാത്രം കൊണ്ടും CSAT പാസ്സാവില്ല. IIT സ്റ്റുഡൻസ് ഒക്കെ ഒത്തിരി വരുന്നതുകൊണ്ട് മാത്സ് ടഫ് ആക്കുന്നു പറയുന്നു. ഒന്നുമില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്താൽ മാത്രം മതി. പിന്നെ IIT സ്റ്റുഡൻസിന് കോംപ്രിഹെൻഷൻ പറ്റില്ല, നമുക്ക് ആർട്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള പിള്ളേർക്ക് അല്ലെങ്കിൽ മറ്റു കുട്ടികൾക്ക് കോംപ്രിഹെൻഷൻ ഈസിയാണ്. ഇതെല്ലാം GS പേപ്പർ കിട്ടാത്ത കുട്ടികളും അക്കാഡമീസും പറഞ്ഞുണ്ടാക്കുന്നതാണ്. CSAT അത്ര ടഫ് ഒന്നുമല്ല. കോംപ്രിഹെൻഷൻ നമ്മൾ കറക്റ്റ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് കോംപ്രിഹെൻഷൻ ഒരു 10 സെക്കൻഡ്സിന്റെ മാറ്റർ മാത്രമേ ഉള്ളൂ. അതിൽ 25 എണ്ണം അല്ലെങ്കിൽ 20 എണ്ണം ചെയ്തതിൽ ഒരു 2-3 എണ്ണം ഒക്കെ ആർക്കായാലും തെറ്റും, അതൊന്നും ഒരു വിഷയമല്ല. പക്ഷെ നമുക്ക് പാസ്സാവാൻ കോംപ്രിഹെൻഷൻ പ്ലസ് മാത്സ് ആ ഒരു കറക്റ്റ് ബാലൻസിൽ കൊണ്ടുപോകാം. മാത്സ് ബേസിക് ഇല്ലാത്തവർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിലുണ്ട്, ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പൊ x⁻0 എന്ന് പറയുന്നത് 1 ആണെന്ന് അറിയുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും, അല്ലെങ്കിൽ ഇത്രയും ബേസിക് പോലും അറിഞ്ഞുകൂടാത്ത ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും ഈ ഒരു CSAT പേപ്പറിൽ വരും. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട്
നമുക്ക് എന്താണ് നമ്മുടെ സ്ട്രോങ് ഏരിയ എന്താണെന്ന് മനസ്സിലാക്കി മാത്രം അപ്രോച്ച് ചെയ്യാം. അല്ലാത്ത സൈഡിലേക്ക് കടക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സിസാറ്റ് പേപ്പർ ഈ ഒരു മൈൻഡ് വെച്ചിട്ട് നമ്മൾ നോക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്താൽ കലണ്ടറിന്റെ ക്വസ്റ്റ്യൻ, ക്ലോക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ വളരെ സിമ്പിൾ ആണ്. മാത്സ് ഒന്നും ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. പെർസെന്റേജ് 7th സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ് പെർസെന്റേജ് ഒക്കെ വരുന്നത്. പെർസെന്റേജ് മാത്രമല്ല, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ലോസ് 7th സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. സോ 33% എന്ന് പറയുമ്പോൾ 80 ക്വസ്റ്റിനേ ഉള്ളൂ സിസാറ്റിന്. അതും പ്രധാനമായിട്ട് നോക്കണം. 80 ക്വസ്റ്റിനേ ഉള്ളൂ. അപ്പോൾ ഓരോ ക്വസ്റ്റിനും വെയിറ്റേജ് മാർക്ക് കൂടുതലുമാണ്. അപ്പോൾ ഈ 33% എന്ന് പറയുന്നത് ഒരു 34 to 35 ക്വസ്റ്റ്യൻ ശരിയാക്കിയാൽ മതി, നമ്മൾ ഇന്നാണ്. അപ്പൊ അതിന് നമ്മളൊരു 50 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തിട്ട് അതിൽ നെഗറ്റീവ് പോയാൽ പോലും നമ്മൾ ഇന്നാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ റൈറ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് UPSC ജേർണിയിൽ. പല കുട്ടികളും നന്നായി പ്രിപ്പയർ ചെയ്തിട്ട്, ഞാൻ ഒരുപാട് വർഷം ഇതിലുള്ളത് കൊണ്ട് എനിക്കറിയാം, പല കുട്ടികളും നന്നായി പ്രിപ്പയർ ചെയ്യുമ്പോൾ നേരിടുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിയ ഉടനെ ഇവര് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കി കഴിയുമ്പോഴത്തേക്കും ഒന്നും അറിയാവുന്നതുണ്ടാവില്ല. എന്നാൽ ഫസ്റ്റ് റൗണ്ടിൽ അവർക്ക് അതങ്ങനെ തോന്നുന്നതാണ്, ഒന്നും അറിയാത്ത ക്വസ്റ്റ്യൻ ആണ്. 2023 മാത്രമാണ് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളത്. അത് പാറ്റേൺ ചേഞ്ച് ഉണ്ടായിരുന്നു. കാര്യം എലിമിനേഷൻ ടെക്നിക്ക് ഒന്നും അവിടെ ആപ്ലിക്കബിൾ അല്ലായിരുന്നു. 1 only 2 only 3 only അങ്ങനെ ഒരു പാറ്റേൺ ചേഞ്ച് ഇത്രയും വർഷത്തിന്റെ ആദ്യമായിട്ട് വന്നതാണ്. അപ്പൊ 2023 ഭയങ്കര ടഫായിരുന്നു. പക്ഷെ ആ ഒരു 2023 അപ്രോച്ച് നന്നായിട്ട് യൂസ് ചെയ്തവര് ഇന്നായി. കാര്യം എന്താ പറയുക, കട്ട് ഓഫ് 72 ആയിരുന്നു, വളരെയധികം കുറവായിരുന്നു കട്ട് ഓഫ്. കാര്യം നമുക്ക് ടഫ് ആണെങ്കിൽ എല്ലാവർക്കും ടഫാണ്. നമുക്ക് അവിടെ ഇരുന്ന് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാൻ പാടില്ല, അയ്യോ ഞാൻ നന്നായി പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇതൊക്കെ നന്നായിട്ട് ചെയ്യാമായിരുന്നു, പ്രിപ്പറേഷന്റെ കുറവാണ്. ഒരിക്കലും അല്ല. UPSCയിൽ 100% പ്രിപ്പയർ ചെയ്ത് പോയവർക്ക് പോലും പ്രിലിംസ് പാടാണ്. നന്നായി പഠിക്കുന്നതിലല്ല ഇതിൽ കാര്യം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ട ഉടനെ നമ്മുടെ കോൺഫിഡൻസ് ലൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇനി എന്ത് വന്നാലും ശരി, ഞാൻ ഇതിൽ 50 ശരിയാക്കും എന്ന അപ്രോച്ചോടുകൂടി ഇരിക്കുക. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാലും ശരി, അങ്ങനെ ഒരു അപ്രോച്ച് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ 100% ഇന്നാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ അപ്രോച്ച് വളരെയധികം പ്രധാനമാണ്. പല കുട്ടികളും ടെൻഷൻ കാരണമാണ് കൂടുതൽ മാർക്ക് കൊണ്ട് കളയാറ്. കാര്യം ഈ ടെൻഷൻ വരുമ്പോൾ ഇവരുടെ മൈൻഡ് ബ്ലാങ്ക് ആവും. അപ്പൊ ഈ അനലിറ്റിക്കൽ എബിലിറ്റി ഇവർക്ക് നഷ്ടവും. മുമ്പിൽ കിടക്കുന്ന ക്വസ്റ്റ്യൻ പോലും ചിലപ്പോൾ ഇവരെ തെറ്റിക്കും, റോങ് ആയിട്ട് വായിക്കും. എനിക്കൊരു അനുഭവം ഞാൻ പറയാം. ചീറ്റയുടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ചീറ്റ ടെറിട്ടറി മാർക്ക് ചെയ്യും, അങ്ങനെ എന്തോ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു വന്നിരുന്നത്. അപ്പൊ ഇതില് ടൈഗേഴ്സിന്റെ കാര്യം ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. ഞാൻ ചീറ്റ എന്ന് പറയുമ്പോഴത്തേക്കും എന്റെ ടെൻഷൻ കയറിയിട്ട്, ലാസ്റ്റ് മിനിറ്റ് ടെൻഷൻ കയറിയിട്ട് ചീറ്റയും ടൈഗേഴ്സുമായിട്ട് എനിക്ക് കൺഫ്യൂസ്ഡ് ആയി, പ്രോജക്ട് ടൈഗറുമായിട്ട് കൺഫ്യൂസ്ഡ് ആയി. ഞാനത് തെറ്റിച്ചു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈ റെയിൻ വാട്ടറിൽ കാർബൺ ഡയോക്സൈഡ് ഡിസോൾവ് ആവുന്നു, അങ്ങനെ ഗ്യാസ് എന്തോ ഡിസോൾവ് ആവുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ഈ കൊച്ചു കുട്ടികളെ NCERT കിടക്കുന്ന പോയിന്റ് ആണത്. അതുപോലെ ഞാൻ ഈ വാട്ടറിൽ ഗ്യാസ് ഡിസോൾവ് ആവുന്നത് എന്റെ മൈൻഡിൽ അപ്പൊ പോയില്ല. അതായത് ഇത്രയും പഠിച്ച് പ്രിപ്പറേഷൻ ആയ ഒരാൾക്ക് ഞാൻ ഒരു 40-50 ക്വസ്റ്റ്യൻ കഴിഞ്ഞു, അത് 81th ക്വസ്റ്റ്യൻ എന്തോ ആയിരുന്നു തോന്നുന്നു. അത്രയും ക്വസ്റ്റ്യൻ വന്നപ്പോഴത്തേക്കും എന്നെ കൊണ്ട് പറ്റില്ല, അത് അനലൈസ് ചെയ്യാൻ പറ്റില്ല, അതിന്റെ അർത്ഥം എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റില്ല. ഒരു എന്താ പറയാ, ഒരു മന്ദബുദ്ധി ചിന്തിക്കും പോലെ ഞാൻ ചിന്തിച്ചു, സത്യം പറയുകയാണെങ്കിൽ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ പ്രശ്നമേ അതാണ്. നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റി കുറഞ്ഞു വരും ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ. അപ്പോൾ കറക്റ്റ് 50 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എടുത്ത് നമ്മൾ ചെയ്യുക എന്നുള്ളത് വളരെയധികം പ്രധാനമാണ്. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ച പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി സ്റ്റേജ് 2 മെയിൻസ് നമുക്ക് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പ്രഡിക്റ്റബിൾ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ PYQ നോക്കിയാൽ നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് പ്രഡിക്റ്റബിൾ ആണ്. അത് പല ഏരിയയും. അത് മാത്രമല്ല മെയിൻസിൽ കുറച്ച് ക്വസ്റ്റ്യൻ നമുക്ക് ഒമിറ്റ് ചെയ്ത് വേണമെങ്കിലും പഠിക്കാം. ആ ഏരിയ അധികം ടച്ച് ചെയ്തിട്ടുള്ള UPSC. അപ്പൊ അങ്ങനെ വളരെയധികം ഈസിയാണ് ആസ് കമ്പയർ ടു പ്രിലിംസ് മെയിൻസ്. ഓക്കെ, അപ്പൊ മെയിൻസിൽ ഇത്രയും പേപ്പേഴ്സ് ഉണ്ട്. ഇതിൽ തന്നെ ടൈം ടേബിൾ കണ്ടിട്ടുള്ളവരറിയാം, നമുക്ക് അടുപ്പിച്ചായിരിക്കും എക്സാം വരുന്നത്. അതും ഒരു ഹേർഡിലാണ്. കാര്യം നമുക്ക് റിവിഷൻ ചെയ്യാനോ ബ്രെയിന് റെസ്റ്റ് കൊടുക്കാനോ പോലും സമയം കിട്ടില്ല. അപ്പൊ അടുപ്പിച്ചടുപ്പിച്ച എക്സാം വരുന്നത്. അത് മാത്രമല്ല ഇംഗ്ലീഷ് ക്വാളിഫൈങ്, ഇന്ത്യൻ ലാംഗ്വേജ് ക്വാളിഫൈങ്. ഇന്ത്യൻ ലാംഗ്വേജ് മലയാളം എടുക്കുന്നവർക്ക് അതൊരു ക്വാളിഫൈങ് പേപ്പർ മാത്രമാണ്. അത് വാല്യൂ ചെയ്തതിനു ശേഷം മാത്രമേ GS-ലോട്ട് അവർ നമ്മുടെ പേപ്പർ വാല്യൂ ചെയ്യാൻ പോവുള്ളൂ. കാര്യം ഇംഗ്ലീഷ് ക്വാളിഫൈങ് പേപ്പറും ഇന്ത്യൻ ലാംഗ്വേജ് ക്വാളിഫൈങ് പേപ്പറും നമ്മൾ കമ്പൽസറി ആയിട്ട് എഴുതിയിരിക്കണം. അതിന്റെ മാർക്സ് മെയിൻസിന്റെ മാർക്സിനോട് ചേർക്കില്ല. മൊത്തം ടോട്ടൽ മാർക്ക് 1750 ആണ്. ഓക്കെ, ഇത്രയും പേപ്പേഴ്സ് വരും. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങുന്ന ദിവസം മുതൽ ഡേ 1 മുതൽ എഴുതി തുടങ്ങുക. വാട്ട് എവർ ഇറ്റ് ഈസ്, റബ്ബിഷ് ആയിക്കോട്ടെ. ഞാനൊക്കെ 150 വേർഡ്സ് എഴുതാനായിട്ട് പേനയും വെച്ചുകൊണ്ട് മണിക്കൂറുകളോളം ഇരുന്നിട്ടുണ്ട്. ഈ പുട്ടിങ് ഓയിൽ ടു ഫയർ എന്നൊക്കെ ഉള്ള ഒരു അപ്രോച്ച് ഉണ്ടല്ലോ, അത് അങ്ങനെ അത്രയും മണ്ടൻ സ്റ്റേറ്റ്മെന്റ് വരെ ഞാനും എന്റെ കൂട്ടത്തിലുള്ള കുട്ടികളും എല്ലാം എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും എൻകറേജ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്, എഴുതിക്കൊണ്ടേയിരിക്കുക. കാര്യം നമ്മൾ എഴുതിയാൽ മാത്രമേ നമ്മൾ സ്റ്റക്കായി നിൽക്കും. നമുക്ക് ഐഡിയ ഒരുപാടുണ്ട്, എന്നാൽ അത് പെൻ ടു പേപ്പർ വരില്ല.
ആ സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥ മാറണമെങ്കിൽ നമ്മൾ ഡേ 1 മുതൽ നന്നായി എഴുതുക. എന്ത് വേണം എഴുതിക്കുക, ഒരു പ്രശ്നമില്ല, ജഡ്ജ് ചെയ്യാതെ എഴുതുക. അങ്ങനെ എഴുതി 3, 4, 5 മാസം കഴിയുമ്പോൾ നല്ല മാറ്റം വരാൻ തുടങ്ങും. നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിന്റിലേക്ക് നമ്മൾ വരാൻ തുടങ്ങും. അത് പിന്നെ സ്ട്രക്ചർ ചെയ്ത് കൊടുക്കുക. പ്രധാനമായിട്ടും മെയിൻസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാം അറിഞ്ഞുകൊണ്ട് ആർക്കും അവിടെ വന്നിരുന്നു ഇത്രയും പേപ്പേഴ്സും സിലബസും കവർ ചെയ്യാൻ കഴിയില്ല. അപ്പോ നമുക്ക് അറിയാന്നുള്ളൊരു നോളജ് പൂൾ ഉണ്ടായിരിക്കും. ഇത്രയും പേപ്പേഴ്സിൽ നമുക്ക് അറിയാന്നുള്ള ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അത് വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യുക, കറക്റ്റ് ആയിട്ട് സ്ട്രക്ചർ ചെയ്ത് യുണീക്ക് ആയിട്ടുള്ള ആൻസർ കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം. അതിപ്പോ നമുക്ക് ഒത്തിരി പോയിന്റ് അറിയണമെന്നില്ല, അറിയാന്നുള്ള പോയിന്റ് വെച്ചും ചെയ്യാം. അപ്പോ ഒരുപാട് ഫാക്റ്റുകൾ നിറച്ച് ഒരാൾക്കും UPSC മെയിൻസ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ഒത്തിരി അറിവുള്ള ആളായിരിക്കാം, പക്ഷെ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഹിന്ദു ന്യൂസ് പേപ്പറിന് സബ് എഡിറ്റർ ഒരാൾ എഴുതിയിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരന് ഒരു 6th റാങ്കോ 7th റാങ്കോ മാത്രമേ എത്രയോ അറ്റംപ്റ്റിന് ശേഷം പറ്റിയിട്ടുള്ളൂ. അപ്പൊ ആ പുള്ളിയെക്കാളും മിടുക്കന്മാരായിട്ടുള്ള ബാക്കിയുള്ള മിടുക്കികളായിട്ടുള്ള ബാക്കിയുള്ള കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ എന്താണ് ഇതിന്റെ പ്രശ്നം? പല IAS ഓഫീസേഴ്സിന്റെയും ഉപദേശം കൊണ്ട് എനിക്ക് മനസ്സിലായ കാര്യമാണ്, നമ്മൾ ഒത്തിരി ഫാക്ട് ആൻസേഴ്സിൽ കുത്തി നിറയ്ക്കുന്നതിൽ ഒരു കാര്യമില്ല. പ്രധാനമായിട്ടും നമ്മൾ ഒരു സബ്ജക്റ്റ് എടുത്ത് എങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് കൈകാര്യം ചെയ്യുന്നു, എത്ര വളരെ മനോഹരമായിട്ട് ഇന്റർലിങ്ക് ചെയ്യുന്നു, അത് മാത്രമല്ല എത്ര യുണീക്ക് ആയിട്ട് നമ്മൾ ആൻസർ എഴുതുന്നു, അതെല്ലാം വളരെ പ്രധാനമാണ്. അപ്പോൾ നിങ്ങൾ ഒന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. മെയിൻസ് എന്ന് പറഞ്ഞാൽ പ്രഡിക്റ്റബിൾ ആണ്. ഒരു എക്സലന്റ് ആൻസർ ഒരിക്കലും എഴുതാൻ ശ്രമിക്കേണ്ട. ഗുഡ് ടു ആവറേജ് ആൻസർ. മാർക്സ് നോക്കിയാൽ തന്നെ അറിയാം, 200നും 95, 110 ഇത്രയൊക്കെ മാർക്കുള്ളൂ, മാക്സിമം മാർക്ക് അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നമ്മളൊരു ഗുഡ് ടു ആവറേജ് മാർക്സ് എടുക്കാൻ നോക്കുക. അത് മാത്രമല്ല ക്വസ്റ്റ്യൻസ് ഒരെണ്ണം പോലും വിടാതിരിക്കുക എന്നുള്ളത് വളരെയധികം പ്രധാനമാണ്. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യുക, അറിയില്ലെങ്കിൽ കൂടി അറ്റംപ്റ്റ് ചെയ്യുക. ഈ പറഞ്ഞ പോലെ 2nd റാങ്ക് ഹോൾഡർ ആയ ഒരു കുട്ടി പറയുന്നത് കേട്ടോ, പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഓഫ് ഫ്രാൻസ് ആ കുട്ടിക്ക് അറിയില്ലായിരുന്നു, പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഓഫ് ഇന്ത്യ അതറിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കമ്പാരിസൺ ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഇലക്ഷൻ മാത്രം കുട്ടി എഴുതി വെച്ചു, ബാക്കി എഴുതാതെ വന്നു. പക്ഷെ ഒരു മാർക്കെങ്കിലും ഒരു മാർക്ക് അത് കിട്ടട്ടെ എന്ന് വിചാരിച്ച് അത് എഴുതി. അപ്പോൾ ഈ ഒരു അപ്രോച്ച് നമുക്ക് മെയിൻസിന് ആവശ്യമാണ്. ക്വസ്റ്റ്യൻസ് ഒന്നും പോലും വിടാൻ പാടില്ല. പക്ഷേ നമുക്കൊരു വസ്തു അറിഞ്ഞുകൂടെങ്കിൽ, ഒരു IAS ഓഫീസർ പുള്ളിക്കാരൻ പറഞ്ഞാണ്, ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് എഴുതാൻ പറ്റിയില്ല, അറിയില്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അറിയാവുന്നത് വെച്ച് ആ ഒരു ഇപ്പോ വിജയനഗര എംപയർ ആ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ വിജയനഗര എംപയറിനെ കുറിച്ചും സ്കൾപ്ചറിനെ കുറിച്ചും അറിയാവുന്നത് വെച്ച് അദ്ദേഹം കണക്ട് ചെയ്യാൻ ശ്രമിച്ചു. അപ്പൊ മെയിൻസ് നമുക്ക് ആർക്കും നമുക്ക് പഠിപ്പിച്ചു തരാൻ പറ്റില്ല. മെയിൻസിന്റെ അപ്രോച്ച് തന്നെ ഇങ്ങനെയാണ്. നമ്മള് ഈ ഓരോ ക്വസ്റ്റിനും വെല്ലുവിളിയാണ്. മെയിൻസിന്റെ ഓരോ ക്വസ്റ്റിനും വെല്ലുവിളിയാണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് സാറ് പറഞ്ഞു തന്നത്, ഓരോ ക്വസ്റ്റിനും വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി നമ്മൾ എങ്ങനെ ഏറ്റെടുക്കുന്നു? നമുക്ക് അറിയാവുന്നതിന്റെ അതിർവരമ്പിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ആ അതിർവരമ്പിൽ നിന്നുകൊണ്ട് അറിയാവുന്ന വെച്ചുകൊണ്ട് എങ്ങനെ യുണീക്ക് ആയിട്ട് ആൻസർ പ്രിപ്പയർ ചെയ്ത് എഴുതുന്നുള്ളത്, അതിലാണ് നമ്മുടെ റാങ്ക് നിശ്ചയിക്കുന്നത്. അപ്പൊ ഈ ഒരു അപ്രോച്ച് നമുക്ക് എപ്പോഴും മനസ്സിൽ വേണം. അല്ലാതെ ഒരുപാട് ഫാക്ട് അറിയാന്നുള്ളത് കൊണ്ട്, ഒരുപാട് നോളജ് അറിയാന്നുള്ളത് കൊണ്ട് ഒരു കാര്യമില്ല. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് നമുക്ക് അറിയാന്നുള്ളത് വെച്ച് എത്ര മനോഹരമായിട്ട് ആൻസർ നമുക്ക് കൊടുക്കാൻ പറ്റും, ഏറ്റവും നമ്മുടെ ബെസ്റ്റ് ആയിട്ട്, അത് ഒരു ഗുഡ് ടു ആവറേജ് ആൻസർ മതി. അതിലാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ മെയിൻസിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് പേഴ്സണാലിറ്റിയാണ്. നമ്മൾ ഡാഫ് വെച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. നമ്മൾ എന്താണോ അതനുസരിച്ച് വേണം നമ്മൾ പ്രിപ്പറേഷൻ കൊണ്ടുവരാൻ. കാര്യം നമ്മളെ അവർ ആദ്യമായിട്ടായിരിക്കും അവിടെ വെച്ചായിരിക്കും കാണുന്നത്. ആ ഒരു സീൽഡ് പേപ്പർ ആദ്യമായിട്ട് പൊട്ടിച്ച് നമ്മളെ കാണുന്നത് അവിടെ വെച്ചായിരിക്കും. അപ്പോൾ നമ്മളെ കുറിച്ച് ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളൊന്നും നമ്മൾ ഡാഫ് വെച്ചിട്ടായിരിക്കും അവർ നമുക്ക് ക്വസ്റ്റ്യൻസ് തരിക ഇന്റർവ്യൂ പാനലിൽ. അപ്പൊ നമ്മൾ എത്ര നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു അതനുസരിച്ച് നമ്മൾ ജെന്യുവൻ ആയിരിക്കുക. ബി യുവർ സെൽഫ്, നമ്മളായിരിക്കുക ഈ പറഞ്ഞതുപോലെ. അപ്പോൾ ഇന്റർവ്യൂ സ്റ്റേജ് നമുക്ക് കടന്നു പോകാൻ പറ്റും. പിന്നെ ഇത്രയും പ്രിപ്പയർ ചെയ്ത് വന്ന ഒരാൾക്ക് ഒരുപാട് നോളജ് ഉണ്ട്. അപ്പോൾ ഒരു കറണ്ട് അഫയേഴ്സ്, ജസ്റ്റ് ബേസിക് കറണ്ട് അഫയേഴ്സ്, പിന്നെ പ്രിപ്പയർ. ഇപ്പൊ ഞാനൊരു മോക്ക് ഇന്റർവ്യൂല് പങ്കെടുത്തപ്പോ എന്റെ പേരിന്റെ അർത്ഥം, പിന്നെ രാമതാണു പാണ്ഡെ ആ ഒരു പേര് കൊടുത്തതാര്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മോക്കിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ഡാഫ് വെച്ചിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇങ്ങനെയൊക്കെയുള്ള അപ്രോച്ച് ആയിരിക്കും മെയിൻസിന് നമുക്ക് ഇന്റർവ്യൂ സ്റ്റേജിൽ വരാം. ഓക്കെ, ഇത് ലിസ്റ്റ് ഓഫ് സർവീസസ് ദാറ്റ് യു ക്യാൻ ഗോ. ഇത്രയും സർവീസുകളുണ്ട്. നമ്മളൊരു എക്സാം എഴുതിയാൽ ഇത്രയും സർവീസുകളുണ്ട്. പക്ഷെ പ്രധാന ഹേർഡിൽ എന്താണ്? 15 ലക്ഷം പേര് അപ്ലൈ ചെയ്യുന്നവരിൽ 14,000 പേര് മാത്രമേ ഇതില് പ്രിലിംസ് കടക്കുന്നുള്ളൂ. അതിലും 3000 പേര് മാത്രമേ മെയിൻസ് എഴുതി കടക്കുന്നുള്ളൂ. ആ 3000 പേര് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു. അതിൽ നിന്നും 900, 700, 1000 ഈ നമ്പേഴ്സ് ആണ് സെലക്ട് ആവുന്നത്. സോ 0.1% ചാൻസ് ആണ് നമുക്ക് സെലക്ട് ആവാനുള്ള ചാൻസ് ഉള്ളത്, അല്ലെ? അതാണ് ഏറ്റവും വലിയ ഹേർഡ്. ഈ ഒരു എക്സാമിന്റെ ഏറ്റവും വലിയ ഹേർഡിൽ ഇതാണ്. പിന്നെ പ്രധാനമായിട്ടും ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. എല്ലാ അക്കാഡമീസും തരുന്ന എന്താണ്?
സ്റ്റാറ്റിക് ആയിട്ട് സിലബസ് അനുസരിച്ചുള്ള സാധനമേ എല്ലാ അക്കാഡമിക്സിനും തരാൻ പറ്റും. അപ്പോ ഞാനെന്ന് പറയട്ടെ, 3000-4000 കുട്ടികൾ പഠിക്കുന്ന ഒരു അക്കാഡമി എല്ലാവർക്കും ഒരേ സാധനം തന്നെയായിരിക്കും കൊടുക്കുന്നത്. മിക്കവാറും അതിലൊരു ഒരു ഒരു 100 to 200 കുട്ടികൾ വളരെ എക്സലന്റ് ആയിട്ട് പഠിക്കുന്നവരായിരിക്കും, നന്നായി പഠിക്കുന്നവരായിരിക്കും. എന്തുകൊണ്ട് ആ അക്കാഡമിക്ക് ആ വർഷം 1-2 അല്ലെങ്കിൽ 10-ൽ താഴെ മാത്രം റാങ്ക് വാങ്ങിക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ റാങ്ക് മേക്ക് ചെയ്യാൻ പറ്റുന്നു? അപ്പോ എല്ലാ അക്കാഡമീസിനും ഒരു ലെയർ മാത്രമേ തരാൻ പറ്റൂ. അതില് എത്രത്തോളം നമ്മൾ ബിൽഡ് ചെയ്യുന്നുള്ളതാണ് പ്രധാനം. കാര്യം നമുക്ക് നമ്മുടേതായ സ്ട്രാറ്റജി വേണം. നമ്മൾ ഈ ബേസിക്സ് എടുക്കുക, അക്കാഡമീസ് തരുന്ന ഈ ഒരു ബേസിക് എടുക്കുക. ഓക്കെ, ഈ ബേസിക് എടുത്തതിന് ശേഷം നമ്മൾ അതിൽ ബിൽഡ് ചെയ്യാം. ഈ ബിൽഡ് ചെയ്യാന്നുള്ളത് ഒരു മെന്ററിന്റെ സഹായത്തോടു കൂടി ബിൽഡ് ചെയ്യാം. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് റൈറ്റ് ഡയറക്ഷനിൽ സിലബസ് ഓറിയന്റഡ് ആയിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് പോകാൻ പറ്റും. നമ്മൾ കാർഡ് കയറാതെ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഇങ്ങനെ ലെയർ ബൈ ലെയർ ബിൽഡ് ചെയ്യാൻ പറ്റും. അല്ലാതെ സ്റ്റാറ്റിക് കൊണ്ട് മാത്രം നമുക്ക് ഈ ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. നമ്മൾ നമ്മുടേതായ കോൺട്രിബ്യൂഷൻ ഇടുക. മെയിൻസ് എക്സാമിന് ആർക്കും പഠിപ്പിക്കാൻ പറ്റില്ല, അത് നമ്മൾ തന്നെയാണ് പഠിക്കേണ്ടത്. കാര്യം ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ഈ പ്രിലിംസിനും മെയിൻസിനും ചേർത്ത് ഒരു ക്ലാസ് ആയിരിക്കും അക്കാഡമിക്സ് തരിക. അപ്പൊ ഇത് വെച്ചിട്ട് മെയിൻസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അപ്രോച്ച് പോലും ചെയ്യാൻ പറ്റില്ല, മനസ്സിലാവുന്ന കൂടിയില്ല. അപ്പോ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, മെയിൻസിന് ആർക്കും നമ്മളെ പഠിപ്പിക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ സ്വന്തമായിട്ട് മെയിൻസിന് വേണ്ടിയിട്ട് ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം. ഈ കിട്ടുന്ന ഈ സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യം നന്നായി പഠിക്കുക, സ്റ്റാറ്റിക് പച്ചവെള്ളം പോലെ പഠിക്കുക. അതിനുശേഷം ഓരോ ക്വസ്റ്റ്യനും യുണീക്ക് ആയിട്ട് അപ്രോച്ച് ചെയ്യേണ്ട കഴിവ് നമ്മുടെയാണ്. നമ്മൾ അത് എത്രത്തോളം ഭംഗിയായിട്ട് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ സെലക്ട് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഈ ഒരു കാര്യം പുറത്തുനിന്ന് ആർക്കും ചെയ്തു തരാൻ പറ്റില്ല. ഒരു മെന്ററിന്റെ സഹായത്തോടുകൂടി നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യണം. അത് എങ്ങനെ ഡെവലപ്പ് ചെയ്യും? അത് നമ്മുടെ പ്രാക്ടീസ് കൊണ്ടും നമ്മുടെ കൺസിസ്റ്റൻസി കൊണ്ടും മാത്രം ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ്. കൺസിസ്റ്റൻസി ഈസ് ദ കീ ഫോർ ദിസ് എക്സാം. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുമോ, നമുക്ക് ഈ ഒരു ടാലന്റ് ഡെവലപ്പ് ചെയ്ത് വരും. ആ ഒരു ടാലന്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെയധികം പ്രധാനമാണ് ഈ ഒരു എക്സാമിന്. സോ എക്സാമിന്റെ ഫസ്റ്റ് കീ ഞാൻ പറഞ്ഞു, പ്രിലിംസിന്റെ കറക്റ്റ് ആയിട്ടുള്ള അപ്രോച്ച്. സെക്കൻഡ് കീ ഞാൻ പറഞ്ഞു, മെയിൻസിന്റെ കറക്റ്റ് ആയിട്ടുള്ള അപ്രോച്ച്. ഇതില്ല അക്കാഡമിക്സ് തരുന്ന മാത്രം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു എക്സാം നമുക്ക് ഒരിക്കലും ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. കാര്യം ഫാക്ട്സ് മാത്രം മഗപ്പ് ചെയ്യുന്ന ഒരു മെഷീൻ ആയിപ്പോ നമ്മൾ. റൈറ്റ് ആയിട്ടുള്ള അപ്രോച്ച് ഉണ്ടാണെങ്കിൽ നമ്മൾ ലെയർ ബൈ ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസേഴ്സ് യൂണീക്ക് ആവുകയും നമ്മൾ സെലക്ട് ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുകയും ചെയ്യും. ഓക്കെ, ഇനി ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സ് പറയുകയാണെങ്കിൽ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമി, എൻവയറൺമെന്റ്, സയൻസ് ആൻഡ് ടെക്, കറണ്ട് അഫയേഴ്സ്. ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ടും നോക്കേണ്ട ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററി നന്നായി നോക്കുക. ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി, പിന്നെ മെഡിറ്ററേനിയൻ സീക്ക് ചുറ്റുമുള്ള രാജ്യങ്ങൾ, കാസ്പിയൻ സീക്ക് ചുറ്റുമുള്ള രാജ്യങ്ങൾ, സീസ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്, ഈസ്റ്റ് വെസ്റ്റ്, സൗത്ത് ചൈന സീ ചുറ്റുമുള്ള രാജ്യങ്ങൾ, അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, ജിയോ പൊളിറ്റിക്സും ജോഗ്രഫിയും തമ്മിൽ കണക്ട് ചെയ്ത് പഠിക്കാം. അല്ലാതെ വാരി വലിച്ച് ജോഗ്രഫി കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടും അങ്ങനെ ഒരു അപ്രോച്ച് ചെയ്താൽ സമയം പോകുന്നല്ലാതെ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയാസ് ഹിറ്റ് ചെയ്യാൻ പാടാണ്. ജോഗ്രഫി റൈറ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യണം. പൊളിറ്റി, ലക്ഷ്മികാന്ത് അങ്ങനെ തന്നെ ബാക്ക് ടു ബാക്ക് നന്നായി പഠിക്കാം. ലക്ഷ്മിയിൽ തന്നെ ഫസ്റ്റ് റൗണ്ട് പോകേണ്ടത് ഗവർണർ, പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, ലോക്സഭാ സ്പീക്കർ, ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഇംപീച്ച്മെന്റ് ഓഫ് സുപ്രീം കോടതി ജഡ്ജ്, ഇങ്ങനെയുള്ള ടോപ്പിക്സ് ഉണ്ട്. ആന്റി ഡിഫെക്ഷൻ ലോ, കോൺസ്റ്റിറ്റ്യൂഷണൽ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, പിന്നെ നമ്മൾ ബോറോഡ് ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രിയാമ്പിൾ അങ്ങനെ തന്നെ മഗപ്പ് ചെയ്യുക. ഡി പി എസ് പീസ് അമെന്റ്മെന്റ് കാരണം കൊണ്ടുവന്ന പുതിയ ആർട്ടിക്കിൾസ്, അങ്ങനെ റൈറ്റ് ആയിട്ട് ആദ്യം പൊളിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഹിറ്റ് ചെയ്യുന്ന ഏരിയാസ് ഉണ്ട്, അത് ആദ്യം കവർ ചെയ്യുക. അതിനുശേഷം മാത്രം സെക്കൻഡ് ലെയറിൽ മാത്രം അടുത്ത ടോപ്പിക്സിലോട്ട് പോവാം. പൊളിറ്റി എപ്പോഴും സ്റ്റാറ്റിക് നന്നായി പഠിക്കുന്നതാണ് നല്ലത്. പൊളിറ്റി അധികം കറണ്ട് അഫയേഴ്സിലോട്ട് പോകേണ്ട കാര്യമില്ല. കറണ്ട് അഫയർ വെച്ചിട്ട് ഏതാണോ സ്റ്റാറ്റിക് അത് പഠിക്കാം. നമ്മൾ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണ് ചെയ്യേണ്ടത്. പൊളിറ്റി കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ട കാര്യമില്ല. കറണ്ട് അഫയറിൽ ഏത് സ്റ്റാറ്റിക് ടോപ്പിക് ആണോ വരുന്നത് അത് നന്നായി പഠിക്കാം. ഇക്കണോമി നമ്മൾ ആ ഒരു ബുക്ക് ഭയങ്കര തിക്ക് ബുക്കാണ്, അത് മുഴുവൻ പഠിക്കേണ്ട കാര്യമില്ല. സെലക്ടീവ് സ്റ്റഡി മാത്രമാണ്. ആ ഒരു സെലക്ടീവ് സ്റ്റഡി GDP, GNP, നാഷണൽ ഇൻകം, ഇൻഫ്ലേഷൻ, മോണിറ്ററി പോളിസി, RBI, പിന്നെ ഫിസിക്കൽ പോളിസീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ റെക്കറിംഗ് ആയിട്ട് ആ ഒരു ഏരിയയിൽ നിന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് കറണ്ട് അഫയർ വെച്ച് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അത് മാത്രമാണ് ഇക്കണോമി. എനിക്ക് ആദ്യം എക്കണോമിക്സ് ഡിഗ്രി ബാക്ക്ഗ്രൗണ്ട് ഹോൾഡറായ എനിക്ക് ഡിഗ്രി ബാക്ക്ഗ്രൗണ്ട് ഉള്ള എനിക്ക് എക്കണോമിക്സ് ഭയങ്കര പാടായിരുന്നു. ഇത് എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു? അപ്പൊ എനിക്ക് മനസ്സിലായത് നമ്മൾ ഈ പഠിക്കുന്ന റോ ആയിട്ടുള്ള എക്കണോമിക്സ് അല്ല UPSCക്ക് വേണ്ടത്. UPSCക്ക് വേണ്ടത് ആ ഒരു കൃത്യമായിട്ടൊരു ഏരിയ ഉണ്ട്, ആ ഏരിയയിലുള്ള ഇക്കണോമിക്സ് ആണ് നമുക്ക് വേണ്ടത്. അത് കറണ്ട് അഫയർ ആയിട്ട് ലിങ്ക് ചെയ്ത് വേണം നമ്മൾ പഠിക്കാൻ. എൻവയൺമെന്റ് 15 മുതൽ 17 ക്വസ്റ്റ്യൻ വരെ വരും. അതിൽ സ്പീഷീസ് ഉണ്ട്, ബാക്കിയുള്ള ജോഗ്രഫി കണക്റ്റഡ് എൻവയൺമെന്റ് ഉണ്ട്. അപ്പൊ അത് റൈറ്റ് ആയിട്ടുള്ള അപ്രോച്ചിൽ കൂടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. വാരി വലിച്ച് ശങ്കറൈസ് മൊത്തം പഠിച്ചിട്ട് ഒരു കാര്യമില്ല. സെലക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി, സെലക്റ്റീവ് ആയിട്ടുള്ള സോഴ്സ്. സയൻസ് ആൻഡ് ടെക് കറണ്ട് അഫയർ തന്നെയാണ്. കറണ്ട് അഫയറിൽ കൂടെ കുറച്ച് ബേസിക്സിലോട്ട് പോവാം.
കാര്യങ്ങൾ എന്താണെന്ന് കുറച്ച് ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഫോർ എക്സാമ്പിൾ മിസൈൽസിന്റെ ഡിഫറൻസ്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയും, ഈ പമ്പ് സെറ്റ്സിന്റെ പേര് ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് കൊടുത്തിട്ട് അത് സോളാറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതായിരുന്നു. ഈ പമ്പ് സെറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും നമുക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാക്കി സിമ്പിൾ ആയിട്ട് ആൻസറിലേക്ക് എത്താം. പക്ഷെ ആ ഓരോ വാക്കും ഭയങ്കര കട്ടിയാണ്. അപ്പോൾ നമ്മൾ ഈ വാക്കുകൾക്ക് കുറച്ച് ഡെപ്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സയൻസ് ആൻഡ് ടെക് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയാസ് പറ്റും. സ്പേസിൽ കുറെ വാരി വലിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊന്നും പഠിക്കേണ്ട യാതൊരു കാര്യമില്ല. ക്വസ്റ്റ്യൻ വരുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്, അതാണ് നന്നായി പഠിക്കേണ്ടത്. സോ കറണ്ട് അഫെയർ ഇങ്ങനെയാണ് അപ്രോച്ച് ചെയ്യണം. വാരി വലിച്ച് പഠിക്കേണ്ട കാര്യമില്ല. നമ്മൾ പ്രധാനമായിട്ട് മുമ്പിൽ നമ്മുടെ വഴികാട്ടി PYQ ആണ്. PYQ നോക്കുക, എത്ര ഡെപ്തിലും വിട്ടിലുമാണ് ക്വസ്റ്റ്യൻസ് വരുമെന്ന് അനലൈസ് ചെയ്യുക. അതനുസരിച്ച് ഏത് സ്റ്റാറ്റിക് ടോപ്പിക് ആണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നോക്കുക. ഏതെങ്കിലും ഒരു ഏരിയയിലായിരിക്കും എപ്പോഴും ക്വസ്റ്റ്യൻ വരിക. ആ ഒരു ഏരിയ തിരിച്ച് നന്നായി സ്റ്റാറ്റിക് പഠിക്കുക, ആ ഒരു ഏരിയ എന്നുള്ള കറണ്ട് അഫെയർ നോക്കി വെക്കാം. ഓക്കെ, ഇതാണ് റൈറ്റ് അപ്രോച്ച്. അല്ലാതെ വാരി വലിച്ച് കറണ്ട് അഫെയർ പഠിച്ചിട്ട് ഒരു കാര്യമില്ല, ക്വസ്റ്റ്യൻസ് വരില്ല. നമുക്ക് ചുമ്മാ ഒരു രസത്തിന് പഠിക്കാം, നമ്മൾ പഠിച്ചെന്നുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ, അത് ക്വസ്റ്റ്യൻസ് വരില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ PYQ-ലോട്ട് പോവുക. ഐഡന്റിഫൈ ദ റിപ്പീറ്റഡ് ടോപ്പിക്സ്, കോൺസെൻട്രേറ്റ് ഓൺ ദോസ് ടോപ്പിക്സ് വൈൽ സ്റ്റഡിങ് സ്റ്റാറ്റിക് ആൻഡ് കറണ്ട് അഫെയർസ്. PYQ നമ്മളോട് പറയുന്നത് എന്താണ്? ആ ഡെപ്തും വിഡ്ത്തും ആണ്. അപ്പൊ PYQ ആണ് നമ്മുടെ മാർഗദർശി. PYQ നന്നായി എപ്പോഴും നമ്മുടെ കയ്യിൽ ഹാൻഡി ആയിട്ട് വെച്ചിരിക്കുക. നമ്മൾ ഓരോ ടോപ്പിക് പഠിക്കുമ്പോഴും ആ ഒരു ടോപ്പിക്കിൽ നിന്ന് PYQ എന്താണെന്ന് നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും എങ്ങനെ ക്വസ്റ്റ്യൻ വരുമെന്ന്. ഓരോന്ന് വായിക്കുമ്പോഴും നമുക്ക് ഇവിടെ ഒരു എഞ്ചിനീയറിംഗ് നടക്കണം. ആ ഒരു ടോപ്പിക് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഇവിടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കണം. ഈ ഒരു ടോപ്പിക് ഞാൻ വായിച്ചു, ഇവിടെ ഇങ്ങനെയൊക്കെ ട്രാപ്പ് വരാം, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് ഫ്രെയിം ആക്കാം. ഈ ഒരു തോട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയാൽ യുവർ ഇൻ ആ ഒരു സ്ട്രീമിലോട്ട് നമ്മളായി. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ടാലന്റ് ഡെവലപ്പ് ചെയ്ത് വരണമെങ്കിൽ അഗെയിൻ കൺസിസ്റ്റൻസി ഈസ് ഓൺലി കീ. ഓക്കെ, ഈ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത്. NCERT ബേസിക്സ്, NCERT പ്ലസ് ഞാൻ എന്റെ അഭിപ്രായത്തിൽ ICC ടെക്സ്റ്റ് ബുക്ക് കൂടെ നോക്കുന്നതാണ് നല്ലത്. ICC ടെക്സ്റ്റ് ബുക്സ് വേറെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല, ഞാനാണ് പറയുന്ന കാര്യം. എനിക്ക് ഇത് വായിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് ഞാൻ ICC ടെക്സ്റ്റ് ബുക്സ് വായിച്ചപ്പോൾ അതിൽ നിന്ന് അതേപോലെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് ഈ പറയും പോലെ കെമിസ്ട്രിന്നായാലും ശരി, ഫിസിക്സിന്നായാലും ശരി, പറഞ്ഞ പോലെ ജോഗ്രഫിന്നായാലും ശരി, അതേ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ ICC ബുക്സ് കുറച്ചും കൂടെ നല്ലതാണ്, കുറച്ചും കൂടെ കൺസൈസ് ആണ്. NCERT പോലെയല്ല. NCERT 6th ഒക്കെ ആണെങ്കിൽ കുറെ കഥകളും കാര്യങ്ങളൊക്കെയാണ്, പോയിന്റ്സ് കുറവാണ്. അപ്പൊ ICC കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. പിന്നെ സ്റ്റാൻഡേർഡ് ബുക്സ്, പ്രധാനമായിട്ടും ബുക്സിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, സബ്ജക്റ്റ് ഒരു ബുക്ക്, ഒരു സബ്ജക്റ്റ് ഒരു ബുക്ക്, അത് മാത്രമേ പാടുള്ളൂ. ആ ബുക്ക് തന്നെ ഇനഫ് ആണ്. പക്ഷെ നമുക്ക് അത് പോരാന്ന് തോന്നാൻ കാര്യം ആ ഒരു ബുക്ക് കറക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ്. റൈറ്റ് അപ്രോച്ച് ആ ഒരു ബുക്കിൽ നിന്ന് എടുക്കാവുന്നതെല്ലാം മാക്സിമം എടുക്കുക. അത് തന്നെ 99% അല്ലെ 95% ആ ബുക്കിൽ നിന്ന് കിട്ടിക്കോളും. നമ്മള് ഈ ഒരു ടെൻഷൻ കാരണം റിസോഴ്സ് എന്ന രീതിയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ബുക്ക് നമുക്ക് തികയാതെ വരുന്നത്. കറക്റ്റ് ആയിട്ട് ആ ഒരു ബുക്ക് നന്നായി യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ, റിപ്പീറ്റഡ് റിവിഷൻ ചെയ്യാന്നുണ്ടെങ്കിൽ 1 ബുക്ക് ഈസ് ഇനഫ്. കാര്യം സ്റ്റാറ്റിക് എല്ലാം സെയിം ആണ്. ഒരിക്കലും UPSC പുറത്തുനിന്ന് ഒന്നും കൊണ്ടുവരുന്നില്ല, ഒരു സാധനം പുറത്തുനിന്ന് കൊണ്ടുവരുന്നില്ല. ഈ ഉള്ള സ്റ്റാറ്റിക് തന്നെ കൺഫ്യൂസ് ആണ് ചെയ്യിപ്പിക്കുന്നത്. നിങ്ങൾ ആദ്യം ആ ഒരു കാര്യം മനസ്സിലാക്കാം. ഒരു മെയിം ഉണ്ടായിരുന്നു, ലൂണാർ ചപ്പൽസ് ഫുൾ ഇങ്ങനെ നിരത്തിയിട്ടിട്ട് നമ്മുടെ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ, ഇതാണ് UPSC ഓപ്ഷൻ എന്നുള്ളത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ സ്റ്റാറ്റിക് സാധനം, സിമ്പിൾ ആയിട്ടുള്ള സാധനം കൺഫ്യൂസ് ചെയ്യിപ്പിക്കുക. കുറെ ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെ ഇടയ്ക്ക് കുത്തിക്കയറ്റി നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുക. ആ ഓരോ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഈ പറഞ്ഞ അപ്രോച്ചിലിട്ട് നോക്കി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, അബ്സേർഡ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കാര്യം ഇടയ്ക്കൊക്കെ കുറെ വാക്കുകളൊക്കെ അനാവശ്യമായിട്ട് കുത്തിക്കയറ്റി ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ കടുപ്പിക്കുക, കൺഫ്യൂസ് ചെയ്യിപ്പിക്കുക. നമുക്ക് ഈ റൈംസ് പോലെ വരുന്ന വാക്കുകളൊക്കെ വരുമ്പോൾ കൺഫ്യൂസ്ഡ് ആവും. അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ റൈറ്റ് ആയിട്ട് മനസ്സിലാക്കുകയെങ്കിൽ നമുക്ക് ഈ ഒരു പ്രിലിംസ് എന്ന് പറയുന്ന ഹേർഡിൽ ഇത്രയും വലിയൊരു ഹേർഡിലാണെന്ന് തോന്നില്ല. ആ റൈറ്റ് അപ്രോച്ച് ആണ് പ്രധാനം. ഓക്കെ, അപ്പോൾ ഈ സ്ട്രാറ്റജി ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. സിലബസ് എപ്പോഴും നമ്മുടെ ഹാൻഡി ആയിട്ടൊരു സിലബസ് നമ്മുടെ പ്രിന്റ് ഔട്ട് എപ്പോഴും കയ്യിൽ വേണം. എന്ത് വായിക്കുമ്പോഴും സിലബസിൽ ഇത് ഏത് ഭാഗത്താണ് വരുന്നത് നോക്കിയിട്ട് അവിടെ ഒരു ചെറിയൊരു നോട്ട് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. ആ ഒരു സോഴ്സിൽ നിന്ന് പൊക്കോണ്ടിരിക്കുക. സിലബസ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ആ ഒരു പ്രിന്റ് ഔട്ട് നമ്മുടെ കയ്യിൽ വേണം, നമ്മുടെ ടേബിളിൽ വേണം, പഠിക്കുന്നിടത്ത് വേണം. സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റിനും രണ്ടും ഈ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ടേബിളിൽ വേണം. ഓക്കെ, പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞ അവോയ്ഡ് അൺനെസസറി റീഡിങ്. ഒരുപാട് കാട് കയറി വായിക്കേണ്ട കാര്യമില്ല. ലിമിറ്റ് യുവർ റിസോഴ്സസ്. ഈ ഒരേ റിസോഴ്സ് തന്നെ മൾട്ടിപ്പിൾ ടൈം റിവിഷൻ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാര്യം നിങ്ങൾക്കത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എനിക്കറിയില്ല. നമ്മൾ മൾട്ടിപ്പിൾ ടൈം റിവിഷൻ ചെയ്യുമ്പോൾ ഈ വേർഡ്സിന്റെ ഇടയ്ക്കൂടെ, വരികൾക്കിടയിലൂടെ പല അർത്ഥങ്ങളും നമുക്ക് മനസ്സിലാവാൻ തുടങ്ങും. നമ്മുടെ ബ്രെയിൻ അങ്ങനെ ഒരു കപ്പാസിറ്റി ഉണ്ട്. നമ്മുടെ ബ്രെയിൻ തന്നെ ഒരു സോഫ്റ്റ്വെയർ പോലെ വർക്ക് ചെയ്യാൻ തുടങ്ങും. നമുക്ക് തന്നെ അത് പുതിയ ഐഡിയാസും പുതിയ ഏരിയാസും ഇങ്ങനെ കാണിച്ചു തരാൻ തുടങ്ങും.
അപ്പോൾ മുതലാണ് നമ്മൾ കറക്റ്റ് ആംഗിളിൽ വളരെ ഒരു എക്സലന്റ് ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിൽ നിന്ന് തന്നെ പുറത്തു വരും. ആ ഒരു റിസോഴ്സ് കൊണ്ട് മാത്രം നമുക്ക് ഈ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റും. അത് കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്താൽ ഈ ഒരു ടാലന്റ് നമുക്ക് ഡെവലപ്പ് ആവും. ആ ടാലന്റ് കിട്ടി കഴിഞ്ഞാൽ ഈസിയാണ്. ഓക്കെ, ഹിസ്റ്ററി ഇതെല്ലാം സോഴ്സുകളാണ്, എല്ലാം നമുക്ക് അറിയാന്നുള്ളതാണ്. ഈ ഒരു PDF വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാന്നുള്ള കാര്യങ്ങളാണ്. ഇക്കണോമി ആയാലും ശരി, ഇൻഫ്ലേഷൻ, ഫിസിക്കൽ പോളിസി, മോണിറ്ററി പോളിസി, ഇതൊക്കെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയാസ്. ശങ്കർ IAS ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ഞാൻ ശങ്കർ IAS യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് അതിനേക്കാളും സിമ്പിൾ ആയിട്ടുള്ള സോഴ്സ് വെച്ചിട്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ശങ്കർ IAS ഇതൊരു എല്ലാവർക്കും ജനറൽ ആയിട്ട് ഞാൻ പറയുന്നുള്ളൂ, എല്ലാവരും പറയുന്നുണ്ട്. ശങ്കർ IASനേക്കാളും വളരെ സിമ്പിൾ ആയിട്ടുള്ള, ഇത്രയും തിക്കല്ലാത്ത ഒരുപാട് സോഴ്സുകളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു സോഴ്സ് എടുത്ത് പഠിച്ചാൽ നമുക്ക് സുഖമായിട്ട് എൻവയൺമെന്റ് ക്ലിയർ ചെയ്യാം. എൻവയൺമെന്റിൽ പ്രധാനമായിട്ടും വായിച്ചാൽ മനസ്സിലാവാത്ത സ്പീഷീസ് ഉണ്ടല്ലോ, ഇത് ഏത് കാറ്റഗറിയിലാണെന്ന് മനസ്സിലാവാത്ത സ്പീഷീസ്, അതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. ഓക്കെ, പിന്നെ സയൻസ് ആൻഡ് ടെക്, കറണ്ട് അഫയേഴ്സ്. സയൻസ് ആൻഡ് ടെക്കിന്ന് ഈ ബയോ എന്ന് പറയുന്ന വാക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നതെല്ലാം ചോദിക്കാറുണ്ട്, ബയോചാർ പോലുള്ള. അപ്പോൾ ബയോടെക്നോളജി, സ്പേസ്, AI, ഡിഫൻസ്, നിങ്ങൾ ഒരു 10 വർഷത്തെ അല്ലെങ്കിൽ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ ഈ ഒരു ഏരിയ കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരാറില്ല. അപ്പൊ ബാക്കി പഠിക്കുന്ന ഫുള്ള് നമ്മൾ വേസ്റ്റ് ആണ്. അപ്പൊ ഈ ഒരു PYക്ക് നോക്കുക, ഏരിയ നോക്കുക, ആ ഏരിയയിൽ നിന്ന് മാത്രം കറണ്ട് അഫയർ പഠിക്കുക മതി. 10 ക്വസ്റ്റ്യനിൽ 8 ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയാൽ മതി. 2 ക്വസ്റ്റ്യന് വേണ്ടി കാർഡ് കയറേണ്ട യാതൊരു കാര്യമില്ല. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ നമുക്ക് 50 ക്വസ്റ്റ്യൻ നമുക്ക് പിടിച്ചാൽ മതി. അപ്പോൾ ഈ കുറഞ്ഞ ടൈമിൽ സ്മാർട്ട് ആയിട്ടുള്ള അപ്രോച്ച് ആണ് ഏറ്റവും പ്രധാനം. PIB നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. എത്തിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും, എത്തിക്സ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ ഒരു 10-200 കേസ് സ്റ്റഡി മഗപ്പ് ചെയ്യാം. എത്തിക്സിന്റെ സോഴ്സും എത്തിക്സിന്റെ സോൾഡ് ടോപ്പേഴ്സ് നോട്ട്സും ഒക്കെ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അത് എടുത്തു വെച്ചിട്ട് അത് അങ്ങനെ തന്നെ ഒരു 200ഓളം കേസ് സ്റ്റഡീസ് അങ്ങ് ഓരോ ദിവസം ഒരു 10-20 വെച്ച് പഠിച്ച് അങ്ങ് മഗപ്പ് ചെയ്യാം. എത്തിക്സിന്റെ റൈറ്റ് ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ടുള്ള, ട്രിക്കി ആയിട്ടുള്ള അപ്രോച്ച് ഇത് മാത്രമാണ്. പിന്നെ നമുക്ക് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് പോലുള്ള കുറച്ച് തിക്ക് ആയിട്ടുള്ള സാധനങ്ങൾ പഠിക്കാനായിട്ട് സ്റ്റാറ്റിക് ബുക്സ് ഫോളോ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഗവൺമെന്റ് സോഴ്സസ്. ഈ നിങ്ങൾ ഏത് മാഗസീൻ വായിച്ചാലും ശരി, അതിലുള്ള ആ ഒരു സ്ട്രക്ചർ ആണ് ഇമ്പോർട്ടന്റ്. അത് അവരെങ്ങനെ അത് എഴുതി മനോഹരമാക്കിയിരിക്കുന്നു, ആ സ്ട്രക്ചർ വരാൻ വേണ്ടിയിട്ട് മാഗസീൻസ് വായിക്കാൻ നല്ലതാണ്. പ്രധാനമായിട്ടും PIB ആണ് നമ്മൾ ഈ ഗവൺമെന്റ് റിസോഴ്സ് ആയിട്ട് ഉപയോഗിക്കേണ്ട PIB ആണ്. പിന്നെ ന്യൂസ് പേപ്പേഴ്സിന്റെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു, ന്യൂസ് പേപ്പർ എക്സ്റ്റെൻസീവ് ആയിട്ട്, കോംപ്രിഹെൻസീവ് ആയിട്ട് യൂസ് ചെയ്യുക. കാര്യം ഒരുപാട് റിസോഴ്സിനെ റീപ്ലേസ് ചെയ്യാൻ ന്യൂസ് പേപ്പർ കൊണ്ട് പറ്റും. നാഷണൽ എഡിഷൻ വായിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ UPSCക്കാർക്ക് വേണ്ടിയിട്ട് കുറെ ഒമിറ്റ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസ് പേപ്പർ എഡിഷൻ ഉണ്ട്, ആവശ്യമില്ലാത്ത എല്ലാം കളഞ്ഞിട്ട്. ഞാനത് സജസ്റ്റ് ചെയ്യില്ല. കാര്യം നമുക്ക് എത്തിക്സിനൊക്കെ ഒരുപാട് യൂസ് ഉള്ള പല കാര്യങ്ങളും അവർ ഒമിറ്റ് ചെയ്തിട്ടായിരിക്കും അത് തരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓരോരുത്തരുടെ ചോയ്സ് ആണ്. നോട്ട്സ് ഉണ്ടാക്കുക. ഞാൻ നോട്ട്സ് അങ്ങനെ എഴുതി സമയം കളയാറില്ല. ഞാൻ ആൻസർ റൈറ്റിംഗ് ആണ് ആദ്യമേ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് വെച്ചിട്ട് അതിന് സ്വയം ആൻസർ ചെയ്തിട്ട് ഈ സോൾഡ് ആയിട്ട് വെച്ച് കമ്പയർ ചെയ്യും, അല്ലെങ്കിൽ ChatGPT കമ്പയർ ചെയ്യും. അപ്പൊ എനിക്ക് മനസ്സിലാവും എന്റെ ആൻസറിൽ എന്താണ് ലാക്ക് ചെയ്യുന്നത്. അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു. എന്നിട്ട് മാർക്കിംഗ് ആയിട്ട് ChatGPT ചെയ്യും മാർക്കിംഗ്. അപ്പോൾ ഇവാലുവേഷൻ, അപ്പോൾ അതെനിക്ക് മനസ്സിലാവും എവിടെയാണ് എന്റെ പ്രശ്നം, എവിടെയാണ് ഞാൻ വർക്ക് ചെയ്യേണ്ടത്, കൃത്യമായിട്ട് മനസ്സിലാവും. ആ ഒരു day 1 മുതൽ ആൻസർ റൈറ്റിംഗ് ഇതുപോലെ ഒരു അപ്രോച്ച് കൊണ്ടുവന്നപ്പോഴത്തേക്കും എനിക്ക് ആ ഒരു കാര്യം വളരെയധികം ഈസി, എന്ത് കിട്ടിയാലും എഴുതാം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. ഓക്കെ, മൾട്ടിപ്പിൾ റിവിഷൻ ആണ്. പിന്നെ നമ്മൾ യുദ്ധം ചെയ്യാൻ അല്ലെങ്കിൽ നീന്തി തന്നെ പഠിക്കണം, അല്ലാതെ അതിന്റെ തിയറി പഠിച്ചിട്ട് കാര്യമില്ല. അതുപോലെ നമ്മൾ MCQ ആണ് ചെയ്യേണ്ടത്. MCQ day 1 മുതൽ 100 ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യാം. ലാസ്റ്റ് എക്സാമിനോട് അടുക്കുമ്പോഴത്തേക്കും 100 എന്നുള്ളത് ഒരു 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ വരെ നമ്മൾ അത് കൂട്ടിക്കൊണ്ടുവരാം. ഓക്കെ, മെയിൻസിന് നമ്മൾ day 1 മുതൽ എഴുതന്നെ തുടങ്ങാം. CSATന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഫോക്കസ് നമുക്ക് പറ്റുന്ന ഏരിയ മാത്രം ഫോക്കസ് ചെയ്യുക. CSATൽ ഫെയിൽ ആവാൻ കാരണം തന്നെ ഇതാണ്, സമയം ഒത്തിരി എടുക്കുന്ന ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ പുറകെ പോകുന്നതാണ്. നമുക്ക് കറക്റ്റ് പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അതിൽ കാണും, അത് മാത്രം നമ്മൾ സെലക്ട് ചെയ്തെടുത്ത് പഠിക്കാം. ആൻസർ റൈറ്റിംഗ് ആണ്. ഇത്രയും പേരുടെ ആൻസേഴ്സിൽ നിന്നും നമ്മുടെ ആൻസർ യുണീക്ക് ആയിട്ട് നിൽക്കണം, അതാണ് പ്രധാനമാക്കേണ്ടത്. ആൻസർ റൈറ്റിംഗിനെ കുറിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞു, കേൾക്കാത്തവർക്ക് വേണ്ടി പറയാം. ആൻസർ റൈറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഫാക്ട് കുത്തി നിറയ്ക്കുന്നതല്ല, എങ്ങനെ നമ്മളൊരു ആൻസർ കറക്റ്റ് ആയിട്ട് നമ്മൾ അത് അവതരിപ്പിക്കുന്നു, അതാണ് ഏറ്റവും പ്രധാനം. അത് ഇന്റർലിങ്ക് ചെയ്യുക. അതായത് എന്താ പറയുക, നമ്മൾ ആ ഒരു സബ്ജക്ട് എടുത്ത് വളരെ സിമ്പിൾ ആയിട്ട് കൈകാര്യം ചെയ്ത് ഇന്റർലിങ്ക് ചെയ്യുക, അത് വളരെയധികം പ്രധാനമാണ്. പിന്നെ ഓപ്ഷണൽ നമ്മൾ തപസ്യ പോലെ ഇരുന്ന് പഠിക്കേണ്ട കാര്യമാണ് ഓപ്ഷണൽ. കാര്യം നമുക്ക് ഏറ്റവും കൂടുതൽ പെർഫോമൻസ് കാണിക്കേണ്ടത് ഓപ്ഷണലാണ്. അപ്പോൾ ഓപ്ഷണൽ നമ്മൾ നേരത്തെ തന്നെ തുടങ്ങുക, കറക്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി ചൂസ് ചെയ്യുക. ഓക്കെ, ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് ഇപ്പോ ഈ സ്ലൈഡിലുള്ളത്.
നമ്മുടെ സ്ട്രോങ് ഏരിയാസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, നന്നായി വർക്ക് ചെയ്യുക. റൈറ്റിംഗ് ടാലന്റ് നർച്ചർ ചെയ്യുക. ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് മാറ്റിമറിക്കാൻ പറ്റില്ല. 90% റിവിഷൻ, 10% പുതിയത്. ഇതാണ് അപ്രോച്ച്. ഈ ഒരു അപ്രോച്ച് ഉണ്ടെങ്കിൽ മാത്രമേ അവസാനം നമ്മൾ പഠിച്ചതിൽ കുറച്ച് കാര്യങ്ങളെങ്കിലും നമുക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മുടെ അപ്പോഴത്തെ ടെൻഷൻ, പ്രഷർ എല്ലാം കാരണം കുറെയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. പക്ഷെ ഈ ഒരു സ്ട്രാറ്റജി കാരണം നമുക്ക് അവസാനം വരെയും ഏത് പേജിൽ എന്ത് കിടക്കുന്നുള്ള ഒരു ഓർമ്മ വരെ വരും. ഓക്കെ, നമ്മൾ പഠിച്ചൊരു കാര്യം 7 മണിക്കൂറിനകം മറക്കും, അല്ലെങ്കിൽ 7 ദിവസത്തിനകം മറക്കും. അപ്പൊ 90% റിവിഷൻ, 10% ഒരു പുതിയ കാര്യം പഠിക്കാം. അപ്പൊ നിങ്ങളുടെ UPSC ജേർണലിൽ നിങ്ങൾ ത്രൂ ഔട്ട് ഒരു സ്ട്രോങ് മെന്റർഷിപ്പിന്റെ കീഴിൽ നിങ്ങൾ സെൽഫ് പ്രിപ്പറേഷൻ ആയാലും ശരി, അക്കാഡമി ചൂസ് ചെയ്യാലും ശരി, ഒരു സ്ട്രോങ് മെന്റർഷിപ്പിന്റെ കീഴിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഷുവർ ഷോട്ട് ആണ്, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾ ആ ഒരു കറക്റ്റ് വേയിലാണ് പോകുന്നതെങ്കിൽ, UPSC എക്സാം എന്താണെന്ന് മനസ്സിലാക്കി കറക്റ്റ് അപ്രോച്ചിലാണ് പോകുന്നതെങ്കിൽ ഫോർ ഷുവർ നിങ്ങൾ ആ ഒരു ഫസ്റ്റ് ഇയർ തന്നെ അല്ലെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ചെയ്യും. ഓക്കെ, അല്ലാതെ ഈ ഒരു ലൂപ്പിൽ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യാതെ ആ ഒരു ഫസ്റ്റ് ഷോട്ടിൽ തന്നെ നിങ്ങൾ കൃത്യമായിട്ടുള്ള അപ്രോച്ച് ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് ക്ലിയർ ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോ എന്റെ സൈഡിൽ നിന്ന് എനിക്ക് പറയാനുള്ളതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ പറയാം. ഇത്രയും നേരത്തെ ക്ലാസ് കഴിഞ്ഞിട്ട്, ഇത്രയും നേരത്തെ ഓറിയന്റേഷൻ കഴിഞ്ഞിട്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എൻവയൺമെന്റ് യൂസ് ചെയ്യാനുള്ള സിമ്പിൾ സോഴ്സ് പറയുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും ഈ ICSE ബുക്സ് യൂസ് ചെയ്യാം, NCERT ബുക്സ് യൂസ് ചെയ്യാം. അത് മാത്രമല്ല, നമ്മൾ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഫാക്കൽറ്റീസിന്റെ അവരുടെ തന്നെ നോട്ട്സ് കിടപ്പുണ്ട്. അത് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം. ഞാൻ ഡോക്ടർ ഷിവിൻ എന്ന് പറഞ്ഞ സാറിന്റെ നോട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? മിസ്സേ, നമ്മൾ ഈ ഓപ്ഷണൽ സബ്ജക്ട് എടുക്കത്തില്ലേ, അതിപ്പോ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഇപ്പോ സോഷ്യോളജി ഒക്കെ എടുക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ, അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാമോ, എങ്ങനെയാന്ന്? ഓപ്ഷണൽ സബ്ജക്ട് പ്രധാനമായിട്ടും നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആണ്. നിങ്ങൾക്ക് കുത്തിയിരുന്ന് ആ ഒരു സബ്ജക്ട്, ഇപ്പോ എനിക്ക് പാടാൻ ടാലന്റ് ഇല്ല, എന്നിട്ട് ഞാൻ പാട്ട് പാടിയാൽ എങ്ങനെ ഇരിക്കും? അപ്പൊ എത്ര കഷ്ടപ്പെട്ടാലും ശരി ഒരു ലെവലിൽ കൂടുതൽ എനിക്ക് പോകാൻ പറ്റില്ല അല്ലെ. ചിലപ്പോൾ കുറെ വർഷം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അതിൽ അത്രയ്ക്കും ഡെപ്ത് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഭയങ്കര ഒരു അച്ചീവ്മെന്റ് എനിക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ ടാലന്റ് നോക്കിയിട്ട് വേണം ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ. കാര്യം നമുക്ക് എത്രത്തോളം ഡെപ്തിലേക്ക്, എത്രത്തോളം ഇന്റർലിങ്ക് ചെയ്യാൻ, അല്ലെങ്കിൽ എത്രത്തോളം സമയം ഇതിൽ കൊടുക്കാൻ പറ്റും, നമുക്ക് ഇൻട്രസ്റ്റ് പോകാതെ പഠിക്കാൻ പറ്റും. അത് പ്രധാനമാണ്. നിങ്ങളുടെ ഇൻട്രസ്റ്റ് നോക്കി മാത്രമേ ഓപ്ഷനിൽ ചൂസ് ചെയ്യാവൂ. ഞാൻ എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്, പക്ഷെ ഞാൻ ഒരിക്കലും എക്കണോമിക്സ് ചൂസ് ചെയ്യില്ല. കാര്യം ഞാൻ അപ്പോ ഈ ഒരു UPSC ജേർണിക്ക് വേണ്ടി മാത്രം എക്കണോമിക്സ് സെലക്ട് ചെയ്യുന്നുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടം എപ്പോഴും എത്ര സമയം പോയാലും ചുറ്റുപാട് നടക്കുന്നത് പോലും ഞാൻ മറന്ന് ഇരിക്കുന്നത് മലയാളമാണ്. അപ്പൊ അങ്ങനെ എനിക്ക് അത്രയും ഇൻട്രസ്റ്റും ഇഷ്ടമുള്ള ഒരു സബ്ജക്ട് മലയാളം ആയതുകൊണ്ടാണ് ഞാൻ മലയാളം ചൂസ് ചെയ്തത് ഓപ്ഷണലായിട്ട്. അതുപോലെ നിങ്ങൾക്കും ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് കാണും അത്രയും ഇഷ്ടമുള്ളത്, അപ്പൊ അത് ചൂസ് ചെയ്യാം. പിന്നെ ഹിസ്റ്ററി ചൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഹിസ്റ്ററി ഈസ് വെരി വാസ്റ്റ്, ഭയങ്കര വാസ്റ്റ് ആണ്. മാർക്ക് സ്കോർ ചെയ്യാൻ ഭയങ്കര പാടാണ്. കാര്യം നമുക്ക് പുതിയതായിട്ട് ഒന്നും അതിൽ ചെയ്യാനില്ല. പക്ഷേ ഇപ്പൊ എന്റെ അനുഭവം പറയുകയാണെങ്കിൽ മലയാളത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് യുണീക്ക് ആയിട്ട് നമ്മുടേതായിട്ടുള്ള ഒബ്സർവേഷനും കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാർക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് യുണീക്ക് ആയിട്ട് നമ്മുടേതായ രീതിയിൽ ചെയ്യാൻ പറ്റും. മലയാളം ഓപ്ഷണൽ ജിയോയിഡിലുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ജിയോയിഡിൽ ജോയിൻ ചെയ്യാം. അല്ല പുറത്താണെങ്കിൽ ഒരുപാട് ഫാക്കൽറ്റീസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഫാക്കൽറ്റീസ് എല്ലാം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഒറ്റ ലെയറേ ചെയ്യുന്നുള്ളൂ. അത് നിങ്ങൾ ജിയോയിഡിൽ നിന്ന് ക്ലാസ് എടുത്താലും ശരി, ഒരു ലെയർ മാത്രമേ അവർക്ക് തരാൻ പറ്റൂ. അതിപ്പോ നിങ്ങൾ 40,000 കൊടുത്ത് ചെയ്താലും ശരി, 10,000 കൊടുത്ത് ഓപ്ഷനിൽ എടുത്താലും ശരി, ഒരു ലെയറിങ് മാത്രമേ അവർക്ക് ചെയ്തു തരാൻ പറ്റൂ. ബാക്കിയുള്ളത് നമ്മൾ ബിൽഡ് ചെയ്ത് എടുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ പബ്ലിക് ലൈബ്രറി റിലേ ചെയ്യാം. ഞാൻ ഏറ്റവും കൂടുതൽ റിലേ ചെയ്ത് പബ്ലിക് ലൈബ്രറിയാണ്. പിന്നെ ഈ പേപ്പറിന്റെ ബുക്സ് ഉണ്ട്, ആ ഒരു റോ ആയിട്ടുള്ള ബുക്സ് ഉണ്ട്, ലൈക്ക് ഒരു കൃതികളുണ്ട്, പോയിംസ്, കഥകൾ, കാര്യങ്ങൾ, ഇതെല്ലാം ബുക്സ് ആയിട്ട് തന്നെ എടുത്ത് നന്നായിട്ട് വായിക്കാം. നല്ലൊരു ഇൻട്രസ്റ്റോട് കൂടി ഡെപ്തിലേക്ക് അത് അപ്രോച്ച് ചെയ്യാം. നമ്മുടെ ഇൻട്രസ്റ്റ് കൂടുന്തോറും നമ്മുടെ ഒബ്സർവേഷനും നമുക്ക് നമ്മുടെ ആ ഒരു സബ്ജക്റ്റിലുള്ള കോൺട്രിബ്യൂഷനും ഒക്കെ വളരെയധികം കൂടും. അപ്പോൾ നമ്മുടെ ആൻസേഴ്സ് മനോഹരമാവും. ഓക്കെ, നിങ്ങൾ എവിടെ കോച്ചിങ് എടുത്താലും ശരി, ഒരു ലെയർ മാത്രമേ, ബേസിക് ലെയർ മാത്രമേ അവർക്ക് തരാൻ പറ്റൂ. ബാക്കി 90% ബിൽഡ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്, ഓൺ വർക്കാണ്. അത് നമ്മുടെ ഒബ്സർവേഷനും സ്കില്ലും പോലെ ഇരിക്കും.
മാം ഓക്കെ. ICICന്റെ ബുക്ക് പറഞ്ഞല്ലോ, അത് +1 +2ന്റെ മാത്രമാണോ നോക്കേണ്ടത്? ഇല്ല. ICSE 6th മുതലുള്ള ബുക്സ് എല്ലാം നല്ലതാണ്. 6th 7th 8th ഒക്കെ വളരെ നല്ല ബുക്സ് ആണ്. എല്ലാ അതിൽ സബ്ജക്ട്സും? 7th 8th ഒക്കെ ജോഗ്രഫി അതുപോലെ അതിൽ നിന്ന് എടുത്ത സ്റ്റേറ്റ്മെന്റ് ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ കെമിസ്ട്രി എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയാലും ശരി, 8th ICSE എന്നുള്ള ബുക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് 2-3 ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് അതിന് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് NCERT 10th ക്ലാസ്സിൽ പഠിക്കുന്നതാണ് ICSE 8th വരുന്നത്. പക്ഷെ കുറച്ചും കൂടെ ക്ലിയർ ആണ്, കുറച്ചും കൂടെ ക്രക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പൊ ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് കിട്ടും. NCERT പോലെ അല്ലെ, പെട്ടെന്ന് അതിൽ നിന്ന് കിട്ടും. അതാണ്. പിന്നെ നല്ല കളർഫുൾ ടെക്സ്റ്റ് ആണ്, പഠിക്കാൻ ഉള്ളതാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആരോ ചോദിച്ചിരുന്നു ഞാൻ ഓപ്ഷണലിന് മലയാളം എന്താ റിലേ ചെയ്തത്. അത് ഞാൻ എടുത്ത്, അതായത് ആരുന്നാണോ കോച്ചിങ് എടുത്ത് അവരുടെ മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് മാത്രമേ പിന്നെ പബ്ലിക് ലൈബ്രറി കാര്യങ്ങൾ, എക്സ്റ്റൻസീവ് റീഡിങ്ങിന് വേണ്ടിയിട്ട് പബ്ലിക് ലൈബ്രറിയാണ് റിലേ ചെയ്തത്. മാം, അപ്പൊ ഓപ്ഷൻ പ്രിപ്പറേഷൻ എത്ര നാളെടുത്തു അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി? ഓപ്ഷണൽ പ്രിപ്പറേഷൻ എനിക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് ഞാൻ പറയാം. ഞാൻ ഓപ്ഷണൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ലേറ്റ് ആയി പോയി. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറവ് അതിലുണ്ടായിരുന്നു. കാര്യം നമ്മൾ കവർ ചെയ്യേണ്ട ഏരിയാസ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1-2 ഏരിയാസ് എനിക്ക് വിട്ടുപോയി. ഞാൻ എക്സാം എഴുതിയപ്പോൾ എനിക്ക് 2-3 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ പോലും പറ്റാതായി പോയി. എവിടെന്നാന്ന് പോലും അറിയാത്ത രീതിയിൽ എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. അല്ലാത്ത പക്ഷം നിങ്ങൾ തുടങ്ങുമ്പോൾ ഒരു പറ്റുവാണെങ്കിൽ ഫ്രം ദ ഡേ 1 ഓപ്ഷണലിന്റെ 1% വെച്ച് പഠിച്ചങ്ങ് പോവുക. അപ്പോൾ ഇതിനോടൊപ്പം ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഓപ്ഷണൽ നന്നായിട്ട് ക്ലിയർ ആവും. നമുക്ക് നല്ല ഡെപ്തിലുള്ള നോളജ് അതിലുണ്ടാവും. അപ്പൊ അതാണ്. അല്ലാതെ ലാസ്റ്റ് 3 months പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ പരിചയപ്പെടും പോലെയാണ്. ചെറിയ സമയത്തിനുള്ള ആളെ എങ്ങനെ മനസ്സിലാക്കും, അതുപോലെയാണ് ഓപ്ഷണൽ. നമുക്ക് അത്രത്തോളം UPSCയുടെ ഒരു ലെവലിലേക്ക് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മൾ UPSC സ്റ്റാർട്ട് ചെയ്ത് 2 മാസത്തോളം, 2 മാസം കഴിയുമ്പോൾ തന്നെ ഓപ്ഷനിലും കൂടെ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പൊ നമുക്ക് അത്ര ഓപ്ഷനിൽ ഭയങ്കര നമ്മുടെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും നേരത്തെ തുടങ്ങുന്നു അത്രയും നല്ലതാണ്. എനിക്ക് പറ്റിയ അബദ്ധം. പറഞ്ഞോളൂ. ആരോ സംസാരിച്ചു, പറഞ്ഞോളൂ. മാം, ഒരു ഫ്രഷർ എന്നുള്ള നിലയിൽ ഞാൻ ഇതുവരെ എനിക്ക് ഏത് ഓപ്ഷനിലാണ് വേണ്ടതെന്ന് ചൂസ് ചെയ്തിട്ടില്ല. സോ ഇപ്പം ഒരുപാട് സബ്ജക്ട്സ് ഉണ്ടല്ലോ. അപ്പം എനിക്ക് ആപ്റ്റ് ആവുന്നത് ഏതാണെന്ന് ഇപ്പം എല്ലാം കവർ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. സോ അതിപ്പം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? മോൾക്ക് ലാംഗ്വേജ് ആണോ ഇഷ്ടം? അതായത് ലാംഗ്വേജിലേക്കാണോ താല്പര്യം കൂടുതൽ, അതോ ഏതെങ്കിലും സബ്ജക്ട് വൈസ് ആണോ താല്പര്യം കൂടുതൽ? സബ്ജക്ട് വൈസ് ആണ്. അപ്പൊ പുതിയൊരു സബ്ജക്ട് എടുത്ത് അതിനെ പഠിച്ചു പോകാനുള്ള ടൈം ഉണ്ടെങ്കിൽ, ആ സബ്ജക്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ അത് ചെയ്യും. ഇപ്പൊ ഞാൻ ഡൽഹി പോയ സമയത്ത് ആന്ത്രപ്പോളജി ആദ്യം എടുത്തു. കാര്യം അവിടെ അധികം ആന്ത്രപ്പോളജി പിള്ളേരെ എടുക്കുന്നില്ല. എല്ലാരും ഈ പബാഡും ഹിസ്റ്ററിയും ഒക്കെയാണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു റഷിൽ ഞാൻ ആന്ത്രപ്പോളജി എടുത്ത് ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്ത് മെറ്റീരിയൽസ് വാങ്ങിച്ചതിന് ശേഷം എനിക്ക് ഒരു രക്ഷയില്ല, ഒരു പേജ് പോലും മുമ്പോട്ട് പോകുന്നില്ല. എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റിംഗ് അല്ല ആ ഒരു സബ്ജക്ട്. അപ്പോ ഞാൻ എന്ത് ചെയ്തു, പിന്നീട് ഇതുപോലെ ഒരുപാട് ആലോചിച്ചാണ് മലയാളം വായിക്കാനിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ സമയം പോകുന്ന അറിയാത്ത ഒരാളാണ്. അത് എന്തായാലും ശരി, കുഴപ്പമില്ല. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തത് എന്റെ ഇൻട്രസ്റ്റ് മേഖല ലിറ്ററേച്ചർ ആണ് എന്നുള്ളത്. അതുപോലെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് എടുക്കേണ്ടതാണിത്. മോൾ ഒബ്സർവ് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏതാണ് മോളുടെ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ. അപ്പോ ലാംഗ്വേജ് ആണോ സബ്ജക്റ്റ് ആണോ അത് ഏതാണെന്നുള്ളത് നമ്മൾ തന്നെ കണ്ടുപിടിച്ചെടുക്കുക. കുറച്ചൊക്കെ ക്വസ്റ്റ്യൻസ് PYQs നോക്കുക. അപ്പോൾ നമുക്ക് ഇതെനിക്ക് പറ്റുന്നുണ്ട്, എനിക്കിത് ജസ്റ്റ് അതിന്റെ ഒരു എന്തെങ്കിലുമൊക്കെ ടോപ്പിക്സ് എടുത്ത് വായിക്കുക. ഇപ്പൊ ഞാനിപ്പോ പഠിപ്പിച്ച ഒരു കുട്ടി തന്നെ ആദ്യം മലയാളം എടുക്കാന്നാ പറഞ്ഞത്. മാം, ഇപ്പൊ ഞാൻ മലയാളം എടുക്കുന്നുണ്ട്, ആ കുട്ടി മലയാളം എടുക്കാന്നാ പറഞ്ഞത്. അപ്പൊ മലയാളം എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് പറ്റുന്നില്ല. പിന്നെയാണ് അത് സോഷ്യോളജി എടുത്തപ്പോൾ അതിന് ആ കുട്ടി കുറച്ചും കൂടെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടിയാണ്. അപ്പം സോഷ്യോളജി അത് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നി, മുമ്പോട്ട് പോകുന്നു. ഇപ്പോൾ പ്രിപ്പറേഷൻ ആ ഒരു ജേർണിയിലാണ്. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എൻജോയ് ചെയ്ത് ആ ഒരു ജേർണി പോകുന്നുണ്ട്. അപ്പൊ അതുപോലെ നമ്മളും ഇതുപോലെ എന്താ പറയാ, ട്രയൽ ആൻഡ് എറർ ആണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കുക, PYQs ഒക്കെ എടുത്ത് നോക്കുക, കുറച്ച് ടോപ്പിക്സ് ഒക്കെ എടുത്ത് ഒന്ന് ബ്രൗസ് ചെയ്ത് നോക്കുക.
അപ്പൊ നമുക്ക് നല്ല രസമായിട്ട് തോന്നുന്നു, നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അവസാനം വരെ. എന്ത് ക്വസ്റ്റ്യൻ വന്നാലും അത് വളരെ എന്താ പറയാ യുണീക്ക് ആയിട്ട് എഴുതാൻ പറ്റും എന്നൊക്കെ തോന്നുകയാണെങ്കിൽ യെസ് യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. ഇലക്ട്രിക്കൽ ലൈക്ക് എഞ്ചിനീയറിംഗ് എടുത്ത പിള്ളേരുണ്ട്, മാത്തമാറ്റിക്സ് ഓപ്ഷനിൽ എടുത്ത പിള്ളേരുണ്ട് അല്ലേ. അവർക്കൊക്കെ അത് അത്രയും കൊണ്ടുപോകാനുള്ള കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് കൊണ്ടുപോയത്. ഇപ്പം ലൈക്ക് ഡോക്ടേഴ്സ് ആയിട്ടുള്ള മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളവർ പോലും ആ ഒരു സബ്ജക്ട് എടുക്കാത്തവരും ഉണ്ട്, ലിറ്ററേച്ചർ എടുത്തവരും ഉണ്ട്. അപ്പോൾ അവരവരുടേത് ട്രയൽ ആൻഡ് എറർ വെച്ച് കണ്ടുപിടിക്കാം. ആര് പറയുന്നത് കേൾക്കരുത്. അവരവരുടെ ഓപ്ഷണൽ സബ്ജക്ട് ഇതിൽ ഏറ്റവും പ്രധാനം റാങ്ക് മേക്കിംഗ് സാധനമാണ് ഓപ്ഷണൽ. അപ്പോൾ അവരവരുടേത് നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് മാത്രം സെലക്ട് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഇനി ചോദിക്കാനുണ്ടോ? എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും. ഞാനും ഒരു ബിഗിനറായിട്ട് തുടങ്ങി തന്നെയാണ്. എനിക്ക് ഏത് പെൻ യൂസ് ചെയ്യണമെന്ന് പോലും അറിഞ്ഞൂടായിരുന്നു. അപ്പൊ അതൊക്കെ ഞാനിങ്ങനെ ചോദിക്കാതെ മനസ്സിൽ വെച്ചിട്ടുണ്ട്. നാണക്കേടല്ലേ ഇതൊക്കെ എങ്ങനെ ചോദിക്കുന്നത്? അതൊന്നും വേണ്ട, നിങ്ങൾക്ക് എന്ത് വേണം ഇവിടെ തുറന്ന് ചോദിക്കാം. ഇവിടെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ വേറെ ഒരിടത്തുനിന്നും കിട്ടാൻ പോകുന്നില്ല. പിന്നെ മാം ഈ ന്യൂസ് പേപ്പർ റീഡിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് ഒരു ന്യൂസ് പേപ്പർ വായിച്ചു തീർക്കാൻ തന്നെ. പക്ഷെ ഈവൻ ദോ എനിക്കത് ഒരു കണക്ഷൻ വരുന്നില്ല. ലൈക്ക് ഓരോ GS പേപ്പേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കണം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. മോളെ അത് തികച്ചും നോർമലാണ്. ഞാനൊക്കെ ഒരു പേജും വെച്ചോണ്ട് ഇങ്ങനെ ചുറ്റും നോക്കിക്കൊണ്ടിരുന്നിട്ടുണ്ട്. കാര്യം പിള്ളേരെല്ലാം ഇങ്ങനെ പറന്ന് വായിച്ചു പോകുന്നുണ്ട്. എനിക്കൊരു പാരഗ്രാഫ് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഒരു ന്യൂസ് പേപ്പർ വെച്ചുകൊണ്ട് ഇരുന്ന ദിവസങ്ങളുണ്ട്. ന്യൂസ് പേപ്പർ ഇങ്ങനെ പൈൽ ചെയ്ത് അടുക്കി വെച്ചിട്ട് അതിലോട്ട് നോക്കി വിഷമിച്ച ദിവസങ്ങളുണ്ട്. ഇതെല്ലാം ഇതിന്റെ പാർട്ട് ആൻഡ് പാർസലാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് പോവുക. ഒരു ദിവസം ഒരു പാരഗ്രാഫേ മനസ്സിലായെങ്കിൽ മതി. അത് നമ്മൾ ഒരാഴ്ച കൊണ്ട് അത് 2 പാരഗ്രാഫ് ആക്കുക. ഒരു മാസം കൊണ്ട് ഒരു എഡിറ്റോറിയൽ കുറച്ചെങ്കിലും വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെ 3-4 മാസം കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ടാലന്റ് ഇല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കാം. കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക, നല്ല ചേഞ്ച് ഉണ്ടാവും. പിന്നെ പ്രധാനമായിട്ടും വൊക്കാബുലറീസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പുതിയ വാക്കുകളൊക്കെ പഠിക്കുക. അപ്പൊ അത് പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് വായിച്ച് മനസ്സിലാക്കി പോകാൻ പറ്റും. മോളുടെ അതേ അവസ്ഥയിൽ എൻ്റെ ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തേക്ക് ന്യൂസ് പേപ്പർ കാണുമ്പോഴേ തലറങ്ങും. അപ്പൊ ഞാനിങ്ങനെ ന്യൂസ് പേപ്പർ വായിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ലെങ്കിൽ കൂടി ഞാനിങ്ങനെ ഓരോ പാരഗ്രാഫ് ആയിട്ട് വായിച്ച് അർത്ഥം പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് സ്വന്തമായിട്ട് ന്യൂസ് പേപ്പർ ഒരു 4-5 അവേഴ്സിൽ വായിച്ച് തീർക്കാൻ പറ്റി. പിന്നീട് സ്പീഡ് കൂട്ടി 1 അവർ 1.5 അവർ 2 അവേഴ്സിൽ വായിച്ച് നിൽക്കുന്നു. അത് കൺസിസ്റ്റന്റ് എഫേർട്ടാണ്. മാം, പ്രിലിംസിന് വേണ്ടി മാത്രം നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് പഠിക്കുന്നത് എത്രത്തോളം ഹെൽപ്ഫുൾ ആകും? അതാണ് ഏറ്റവും ഹെൽപ്ഫുൾ. കാര്യം നമ്മള് PYQ റിലേ ചെയ്യുമ്പോൾ PYQല് ഏതൊക്കെ ഏരിയ ആണ് കവർ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഫ്രെയിം ചെയ്യുന്നതെന്ന് മനസ്സിലാവും. ഇത് വെച്ചിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഓരോ ടോപ്പിക്കിൽ നിന്നും പഠിക്കുമ്പോഴും നമ്മുടെ മനസ്സിനകത്ത് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം, ഈ രീതിയിലൊക്കെ ട്രാപ്പ് വരാം, ഇത് ഇങ്ങനെയൊക്കെ കൺഫ്യൂസിങ് ആയിട്ട് ചോദിക്കാം, ഇങ്ങനെ ഒരു തോട്ട് വരാൻ തുടങ്ങും. അപ്പോൾ തന്നെ നമ്മള് പ്രിലിംസിൽ ഒരു 60% കവർ ചെയ്തു ആ ഒരു തോട്ട് പ്രോസസ്സ് വന്നാൽ തന്നെ. അപ്പോൾ PYQ വളരെ ഇമ്പോർട്ടന്റ് ആണ്. PYQ എപ്പോഴും നമ്മുടെ അടുത്ത് വേണം. എന്ത് പഠിക്കുമ്പോഴും ഈ ഒരു തീമിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബുദ്ധിസം ജൈനിസത്തിൽ നിന്ന് ഞാനിപ്പോ ബുദ്ധിസം ജൈനിസം പഠിക്കുകയാണെന്ന് വെച്ചാൽ അപ്പൊ എനിക്ക് ഗൗതമ ബുദ്ധന്റെ ബാക്ക്ഗ്രൗണ്ടോ ലൈക്ക് മഹാവീരന്റെ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ബുദ്ധിസം ജൈനിസത്തിൽ എപ്പോഴും ചോദിക്കുന്നത് ഈ കേവ് ആർക്കിടെക്ചർ അല്ലെങ്കിൽ തേരവാദ ബുദ്ധിസം കുറച്ചും കൂടെ വൈഡ് ആയിട്ടും ലൈക്ക് ഡെപ്ത് ആയിട്ടുമാണ് ക്വസ്റ്റ്യൻ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പഠിക്കണ്ട. ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ PYQ ആദ്യം സെർച്ച് ചെയ്യാം. ഫോർ എക്സാമ്പിൾ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് എന്നൊരു സാധനമാണെന്ന് വെച്ചോ, അതിന്റെ PYQ എടുക്കുക. അപ്പൊ മെയിൻസിന്റെ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ റൈറ്റ് അബൌട്ട് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പ്രിലിംസിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാവും. അപ്പൊ എന്താണ് പഠിക്കേണ്ടത്, ആ ഒരു ടോപ്പിക്കിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത്, എത്ര ഡെപ്തിലാണ് പഠിക്കേണ്ടത്, എത്ര വിട്ടിലാണ് പഠിക്കേണ്ടതെന്ന് PYQ ആണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അത് അങ്ങനെ തന്നെ മുമ്പോട്ട് പോയാൽ മതി. അതിൽ നിന്ന് നമ്മൾ കാട് കയറാൻ വേണ്ട, അതിൽ നിന്ന് കുറച്ച് പഠിക്കാൻ വേണ്ട. അപ്പൊ നമ്മൾ ഒരുപാട് ടൈം വേസ്റ്റ് ആവുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എന്റെ ജേർണി എന്ന് പറയുന്നത് 2016 ആണ്. അധികം ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത കാലമാണ്. എനിക്ക് ഗൈഡ് ചെയ്യാൻ ആരുമില്ലായിരുന്നു. ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഡൽഹിയിൽ പോയെന്നേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്, ഒരുപാട് ടൈം വേസ്റ്റ് ആയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഓപ്ഷണൽ ഇടയ്ക്ക് ചേഞ്ച് ആയ ഭയങ്കര ടൈം വേസ്റ്റ് ആണ്, ഇത്രയും പൈസ വേസ്റ്റ് ആണ്. നമ്മൾ അത്രയും നാൾ PG യിലൊക്കെ നിൽക്കുന്ന ആ ഒരു ടൈം, ആ ഒരു നമ്മുടെ PG-യുടെ ചാർജ് എല്ലാം ഒരുപാട് വേസ്റ്റ് ആവും. അപ്പോ ഇതുപോലെ PYQ നോക്കാതെ വാരി വലിച്ച് റിസോഴ്സുകൾ വാങ്ങിച്ചു കൂട്ടി, പ്രതിയോഗിക ദർപ്പൺ, ക്രോണിക്കിൾ, അത് ഇതൊക്കെ വാരി വലിച്ച് വാങ്ങിച്ചു കൂട്ടിയിട്ട് എല്ലാം കുത്തി ഇത് രാത്രി ഇങ്ങനെ പഠിക്കുമായിരുന്നു. ഒരാവശ്യമില്ല. പ്രിലിംസ് PYQ നോക്കുക, ഒരു ടോപ്പിക് എടുക്കുക, അതിന്റെ PYQ നമ്മളൊന്ന് ബ്രൗസ് ചെയ്യുക.
ഏത് ഏരിയ നിന്നാണ് ക്വസ്റ്റ്യൻ കൂടുതലായിട്ട് വന്നിട്ടുള്ളത്, എങ്ങനെയാണ് വന്നിട്ടുള്ളത്, എത്ര ഡെപ്തിലാണ് എത്ര വിഡ്ത്തിലാണ് വന്നിട്ടുള്ളത്, അത്രയും നോക്കുക. റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് ഒരു 15 മിനിറ്റിൽ പഠിച്ചു തീർക്കാം. അപ്പൊ ഇങ്ങനെയാണ് PYQ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. മനസ്സിലായോ? വേറൊരു ഡൗട്ട്. മനസ്സിലായി. താങ്ക് യു. UG നമുക്ക് 3 ഇയർ ആണല്ലോ. മാമിന്റെ UG സബ്ജക്ട് എക്കണോമിക്സും ആയിരുന്നല്ലോ. അപ്പം ഈ UPSCയിലെ എക്കണോമിക്സിന് ഈ 3 ഇയറിലെ ഫുൾ സിലബസ് അല്ലെങ്കിൽ അത്രയും ഹെൽപ്ഫുൾ ആയോ, അതോ വെറും ബേസിക് സ്ട്രക്ചർ അതാണോ? അതൊന്ന് പറയാമോ? എക്കണോമിക്സ് വൺ ഓഫ് ദ ഈസിയസ്റ്റ് ഇൻ UPSC എന്ന് ഞാൻ പറയും. കാര്യം ഞാൻ എക്കണോമിക്സ് പഠിച്ചിട്ട് എക്കണോമിക്സിന്റെ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്തപ്പോഴത്തേക്കും, അതായത് ഡിഗ്രി പഠിച്ചതിന് ശേഷം ഫസ്റ്റ് ആയിട്ട് എക്കണോമിക്സ് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് രണ്ടും തമ്മിൽ യാതൊരു ബന്ധവും തോന്നിയില്ല. ഓക്കെ, കാര്യം ക്വസ്റ്റ്യൻസ് ഭയങ്കര ടഫായിട്ട് എനിക്ക് തോന്നി. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുന്നത് ഒന്നും വേണ്ട, എക്കണോമിക്സ് വളരെ സിമ്പിൾ ആണ്. ചെറിയൊരു ഏരിയ നന്നായി പഠിച്ചു വെച്ചാൽ എക്കണോമിക്സിൽ നമ്മളെ പറ്റിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതായത് ക്വസ്റ്റ്യന്റെ കടുപ്പം ഇങ്ങനെ കൂട്ടുന്നതായിട്ട് നമുക്ക് തോന്നും, പക്ഷെ ഒന്നുമില്ല. മിക്കവാറും ഒക്കെ അബ്സേർഡ് ആയിട്ടുള്ള വാക്കുകളും മണ്ടഡ് സ്റ്റേറ്റ്മെന്റ്സും ഒക്കെ ആയിരിക്കും. അത് നമുക്ക് മണ്ടഡ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് അത് എലിമിനേറ്റ് ചെയ്ത് ആൻസറിലോട്ട് എത്താൻ പറ്റും. അപ്പൊ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റ് ഒരു പൊള്ളയായിട്ടുള്ള സബ്ജക്റ്റ് ആണ്, അല്ലെ? അകത്തൊന്നുമില്ല. ഒരു പൊള്ളയായിട്ടുള്ള സബ്ജക്റ്റിൽ നിന്ന് വളരെ ടഫായിട്ടെന്ന് തോന്നിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് UPSC ഫ്രെയിം ചെയ്യുന്നത്. അതിലൊന്നുമില്ല. പഠിക്കാം, ഇൻഫ്ലേഷൻ പഠിക്കാം. ഇവിടെ നല്ല കാറ്റുണ്ട്, ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ പറയണേ. ഇൻഫ്ലേഷൻ നന്നായിട്ട് പഠിക്കുക. ഫിസ്ക്കൽ പോളിസീസ് പഠിക്കുക, മോണിറ്ററി പോളിസീസ് പഠിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ട്, റവന്യൂ അക്കൗണ്ട്, അതുപോലെയുള്ള നമ്മുടെ ഇൻകം എക്സ്പെൻഡിച്ചർ, ബഡ്ജറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നന്നായി പഠിക്കുക. പിന്നെ ഗവൺമെന്റ് ബഡ്ജറ്റും എക്കണോമിക് സർവേ നന്നായിട്ട് പഠിക്കുക. അത് തന്നെ നമുക്ക് ധാരാളം. പിന്നെ കറണ്ട് അഫെയറിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട എക്കണോമിക്സ് ആയിട്ടുള്ള ടേംസ് വരികയാണെങ്കിൽ, എക്കണോമിക് ടേംസ് ഒക്കെ ഭയങ്കര ഫണ്ണിയാണ്, ഭയങ്കര ടഫായിട്ട് തോന്നും, പക്ഷെ അർത്ഥമൊക്കെ വളരെ ഏഞ്ചൽസ് ലോ എന്നൊക്കെ പറയുന്ന സാധനം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണെന്ന് പോലും ഐഡിയ കിട്ടില്ല, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് റൈറ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്താൽ മതി. നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒന്നും ആവശ്യമില്ല ഇതിൽ. അല്ലെങ്കിൽ ഡിഗ്രിക്ക് എക്കണോമിക്സ് ബേസ് ആയിട്ട് എടുത്ത് പഠിച്ച എനിക്ക് എക്കണോമിക്സ് ടഫ് ആണെന്ന് പറയുമ്പോഴത്തേക്കും കുട്ടികൾ ചിരിക്കുമായിരുന്നു. പക്ഷെ അത് സത്യമാണ്. കാര്യം പഠിക്കുന്നതല്ല ഇവിടെ വേണ്ടത് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതുണ്ടെങ്കിൽ തന്നെ 90% ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ചോദിച്ചതിന് ഉത്തരം കിട്ടിയായിരുന്നോ? യെസ് മാം, താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തുണ്ടെങ്കിലും ചോദിക്കാം. നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോം നിങ്ങൾ യൂസ് ചെയ്യും, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. പിന്നെ എല്ലാ അക്കാഡമീസും ഒരുപാട് ഈ ഒരു എക്സാമിനെ ഇട്ട് ഹൈപ്പ് ചെയ്തിട്ടാണ് അവർ ഈ 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം ഒക്കെ വാങ്ങിക്കുന്നത്. എല്ലാ അക്കാഡമീസും തരുന്നത് ഒരേ സാധനമാണ്. പക്ഷെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, അവര് ഈ സ്റ്റാറ്റിക്കില് കുറച്ചും കൂടി ടഫ് ആക്കാൻ നോക്കും. നമുക്ക് കുറെ കൂടി സാധനങ്ങൾ തരും, ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ വലിച്ചു വാരി തരും. അപ്പൊ നമ്മൾ വിചാരിക്കും നമുക്ക് ഈ അക്കാഡമീസ് എന്തൊക്കെയോ തരുന്നു, പക്ഷെ ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങളാണ് ഇവിടെ തരുന്നത്. ഇവിടെ തരുന്നതായിരിക്കില്ല വേറൊരു അക്കാഡമി തരുന്നത്, അവിടെ കൊടുക്കുന്നതായിരിക്കില്ല വേറൊരു അക്കാഡമി കൊടുക്കുന്നത്. ഇവരെല്ലാം ഞങ്ങളുടെ അക്കാഡമി യുണീക്കായിട്ട് എന്തോ തരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം കൂടുതൽ കാട് കയറി പഠിപ്പിക്കുകയാണ്. അങ്ങനെ പഠിച്ചിട്ട് ടൈം വേസ്റ്റ് മാത്രമാണ്. UPSCക്ക് എന്തായാലും അത് ഉപകാരപ്പെടില്ല. കാര്യം അക്കാഡമീസിൽ പഠിച്ചിട്ടുള്ളത് കൊണ്ടും ഡൽഹി പോയി പഠിച്ചിട്ടുള്ള അനുഭവത്തിൽ ഞാൻ പറയാം, എനിക്ക് വർക്ക് ചെയ്ത എന്റെ സ്ട്രാറ്റജി മാത്രമാണ്. അതുപോലെ റിസോഴ്സും ഓരോരുത്തർ ക്ലെയിം ചെയ്യും, ഞങ്ങളുടെ റിസോഴ്സിൽ നിന്നാണ് ഇത്രയും ക്വസ്റ്റ്യൻ വന്നതെന്നൊക്കെ. വെറുതെയാണ്. UPSC ഒന്നും പുറത്തുനിന്ന് കൊണ്ടുവരാറില്ല, ഉള്ളത് തന്നെ കൺഫ്യൂസ് ചെയ്യിക്കുകയാണ് UPSCയുടെ രീതി. അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ക്ലിയറിൻ. ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാൻ? മാം എത്രാമത്തെ തവണയാണ് ക്രാക്ക് ചെയ്തേ? ഞാന് 4th അറ്റംപ്റ്റിൽ ക്രാക്ക് ചെയ്തു. അത് പ്രിലിംസ് കടന്നോ അതോ ഫസ്റ്റ് അറ്റംപ്റ്റ് പ്രിലിംസ് കടക്കുകയാണോ ചെയ്തത്, അതോ എങ്ങനെയായിരുന്നു അത്? ഫസ്റ്റ് അറ്റംപ്റ്റ് ഒന്നും കടന്നില്ല. 2016 ഞാൻ ഡൽഹി പോയ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് സ്റ്റേറ്റ് എന്താണ്, നൾ ആൻഡ് വോയിഡ് എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ ഫസ്റ്റ് റോയിൽ ഇരുന്ന് ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും 200ാമത്തെ കുട്ടിയുടെ അടുത്താണ് പോയിരുന്നത്. കാര്യം പേടി, ഓരോന്ന് കേൾക്കുന്നവരും പേടി ആദ്യം കയറിക്കൊണ്ടിരുന്നു. 1 വർഷത്തിനകത്ത് ക്രാക്ക് ചെയ്യണം, വീട്ടിൽ നിന്ന് പൈസ അയക്കുന്നു, അത് തികയുന്നില്ല. അപ്പോൾ എല്ലാം കൂടെ അണ്ടർ പ്രഷർ ആയിരുന്നു. അപ്പൊ 1 വർഷം കൊണ്ട് ക്രാക്ക് ചെയ്യണം വിചാരിച്ച് ഞാൻ ഒരു വാക്ക് പോലും മനസ്സിലാവാതിരുന്നു. അവിടുത്തെ കോച്ചിങ്ങും അവിടെ നിന്നതൊന്നും എനിക്ക് ഉപകാരപ്പെട്ടില്ല. എന്റെ സ്ട്രാറ്റജി, എന്റെ ഹാർഡ് വർക്ക് മാത്രമാണ് എനിക്ക് ഉപകാരപ്പെട്ടത്. അത് 4th അറ്റംപ്റ്റിലാണ്
അതും കണ്ടിന്യൂസ് കൺസിസ്റ്റന്റ് വർക്കായിരുന്നു. അതിൽ എനിക്ക് മനസ്സിലായ കാര്യങ്ങളും എനിക്ക് എന്താ പറയുക, ഞാൻ തന്നെ കണ്ടുപിടിച്ച കുറെ കാര്യങ്ങളുണ്ട്. അതാണ് എനിക്ക് വർക്ക് ചെയ്തത്, എന്റെ സ്ട്രാറ്റജിയാണ് എനിക്ക് വർക്ക് ചെയ്തത്. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. കാര്യം അവർക്ക് അത് ഒഴിവാക്കാം, ഒരുപാട് ടൈം അവർക്ക് സേവ് ചെയ്യാം. ഇപ്പൊ എന്റെ 4 വർഷം, ആ 4 വർഷം ഇപ്പൊ ഞാൻ എന്റെ അനുഭവങ്ങളും എന്റെ മെന്റർഷിപ്പിലുള്ള കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് അത്രയും ടൈം സേവ് ആവുകയാണ്. അവരെ അബദ്ധങ്ങളിലൊന്നും പോയി ചാടാതിരിക്കുകയാണ്. അങ്ങനെ 4th അറ്റംപ്റ്റിലാണ് ക്ലിയർ ചെയ്തത് ഫിലിംസ്. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മാഡം ഒരു ദിവസം എത്ര മണിക്കൂർ പ്രിപ്പയർ ചെയ്യുന്നു? ഞാൻ എന്റെ പ്രിപ്പറേഷൻ അതായത് 2016-17 ഡൽഹിയിൽ നിന്ന് 18 ആയപ്പോഴത്തേക്ക് നാട്ടിലെത്തിയതിനു ശേഷം കണ്ടിന്യൂസ് പ്രിപ്പറേഷൻ ആയിരുന്നു. ഞാൻ ഒരു ദിവസം പോലും മുടക്കിയിട്ടില്ല. എനിക്ക് കിട്ടുന്ന സമയത്ത് എല്ലാം പ്രിപ്പയർ ചെയ്യും. ഒരു 4 to 5 hours ഉറക്കം, അതിനുശേഷം എല്ലാം പ്രിപ്പറേഷന് വേണ്ടി തന്നെയാണ് ടൈം മാറ്റി വെച്ചത്. പക്ഷേ നല്ല രീതിക്ക് കറക്റ്റ് എഫക്റ്റീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ഒരു 6 hours തന്നെ ധാരാളമാണ്. എനിക്ക് ഈ ഡൽഹിയിലെ കോച്ചിങ് പോലും ഉപകാരപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ടൈം എടുത്തത്. ഒരു കറക്റ്റ് ആയിട്ടൊരു മെന്റർ ഉണ്ട്, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഒരു മാർഗദർശിയായിട്ട് ഒരാളുണ്ടെങ്കിൽ ഇത്രയും ടൈം വേണ്ട, ഒരു 6 hours തന്നെ ധാരാളമാണ്. ഈ നോട്ട് മേക്കിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? നോട്ട് മേക്കിംഗ് പ്രധാനമായിട്ടും ഞാൻ PDF ആയിട്ടാണ് സ്റ്റോർ ചെയ്യാറ്. ഞാൻ അങ്ങനെ എഴുതി സമയം കളയാം, അത് എന്റെ രീതിയാണ്. അത് ഞാൻ സ്കൂൾ ടൈമിലെ നോട്ട് എഴുതാത്ത ഒരാളായിരുന്നു. പിന്നെ ഒരു പോയിന്റ് കിട്ടിയാൽ എന്റെ മനസ്സിൽ അത് ഞാൻ അപ്പം സ്റ്റോർ ചെയ്യും. അത് ലോങ് ടൈം ആണ്, പിന്നെ അത് ഞാൻ മറക്കില്ല. എനിക്ക് അങ്ങനെ ഒരു ടാലന്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് നോട്ട് എഴുതി സമയം കളഞ്ഞിട്ടില്ല. അധികം നോട്ട് എഴുതിയിട്ടില്ല, എല്ലാം PDFs ആയിരുന്നു. കട്ട് കോപ്പി പേസ്റ്റ് അത് തന്നെയായിരുന്നു. പക്ഷെ പ്രധാനമായിട്ട് ഇന്നലെ പഠിച്ചത് ഇന്ന് നോക്കാതെ ഞാൻ പുതിയത് നോക്കില്ല. ഇന്നലെ വരെ പഠിച്ചിട്ട് ഇന്ന് ഞാൻ റിവിഷൻ ചെയ്തിരിക്കും. അതിനുശേഷം മാത്രമേ ഞാൻ പുതിയത് പഠിക്കുള്ളൂ. സോറി. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ആർക്കെങ്കിലും? മാഡം ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നു, 12 മണിക്കൂറാണ്. ക്ലിയർ ആയിട്ട് പറയാവോ? ഇവിടെ നല്ല കാറ്റ് മഴയാണ്, കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയാവോ? മാഡം ഞാനിപ്പോ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എന്റെ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ 12 മണിക്കൂറാണ്. അപ്പൊ ഞാൻ എങ്ങനെയാണ് ടൈം ചെയ്ത് പോർഷൻസ് കവർ ചെയ്യേണ്ടത്? 12 hours ഷിഫ്റ്റ് ഒരാൾ എങ്ങനെ ഈ പോർഷൻസ് കവർ ചെയ്യും, അതാണോ ക്വസ്റ്റ്യൻ? അതെ. ഓക്കെ. ഒരു എത്ര ഇപ്പോ അറ്റംപ്റ്റ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ഫസ്റ്റ് ടൈം ആണ്. അപ്പോ ഇതിനൊരു ബേസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? പൊളിറ്റിയോ എക്കണോമിയോ? ഓക്കെ. അപ്പോൾ 12 hours വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് 8 hours എന്തായാലും ഉറങ്ങണം. അപ്പോൾ ഒബ്വിയസ്ലി 4 താഴെ മാത്രമേ സമയം കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ 3 hours ഡെയിലി എടുക്കുക. ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് സെലക്റ്റീവ് പോർഷൻസ് മാത്രം പഠിക്കുക. അങ്ങനെയാണെങ്കിൽ UPSC പ്രിലിംസിലെ 50 ക്വസ്റ്റ്യൻ ടാർഗറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ 1 year പ്രിലിംസ് ക്ലിയർ ചെയ്യാം. പിന്നെ 1 മണിക്കൂർ ആൻസർ റൈറ്റിങ്ങിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ മെയിൻസ് നമുക്ക് നോക്കാവുന്നതേ ഉള്ളൂ. 3 hours കറക്റ്റ് ആയിട്ട് ആ ഒരു ടോപ്പിക്സ് മാത്രം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്സ് ഉണ്ട് ഇതിൽ, അത് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കാം. സുഖമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ കവർ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ടൈം കുറച്ചിട്ട് ഇതുപോലെ ആ ഒരു 50, പക്ഷെ 50-50 ചാൻസ് ആണ്. നമ്മൾ ഒരു റിസ്ക് എടുക്കുന്ന ഒരു റിസ്ക് എലമെന്റ് ഉണ്ട് അവിടെ. പക്ഷെ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഉണ്ട്, ആ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് മാത്രം കവർ ചെയ്ത് പോയാൽ മതി. അതിൽ ഹിസ്റ്ററിയിൽ പ്രധാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതുപോലെ എക്കണോമിക്സിലുണ്ട്, ജോഗ്രഫിയിലുണ്ട്, എൻവയറമെന്റിലുണ്ട്. അപ്പൊ അത് മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക്
പ്രിലിംസിൽ എന്തായാലും കണ്ട് പേടിക്കില്ല. 50 ക്വസ്റ്റ്യൻസോളം നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ ലക്ക് ഫാക്ടർ എന്നൊരു സാധനം ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനും പറ്റും. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ആർക്കെങ്കിലും? മാം, ഈ ഇന്റർവ്യൂസ് എല്ലാം പാനൽസ് എല്ലാം ഇംഗ്ലീഷിലല്ലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? ഇംഗ്ലീഷിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ തന്നെ റിക്വസ്റ്റ് ചെയ്താൽ, പക്ഷെ നമ്മൾ മീഡിയം ഓഫ് എക്സാമിനേഷൻ ഏതാണോ വെക്കുന്നത് അതനുസരിച്ച് നമുക്ക് പോകാൻ പറ്റും. ഇപ്പൊ ഇംഗ്ലീഷിലല്ലേ നമ്മൾ എക്സാം എഴുതുന്നത്, അപ്പോൾ ലാസ്റ്റ് ഇന്റർവ്യൂ അങ്ങനെ പോകാൻ പറ്റൂ. അതേസമയം നമ്മൾ മലയാളത്തിലാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ ഇന്റർവ്യൂ മലയാളത്തിൽ അറ്റൻഡ് ചെയ്യാം. ഒരു ട്രാൻസ്ലേറ്ററെ അവർ വെച്ച് തരും. ഓക്കെ. സോ അതിലുള്ള ക്വസ്റ്റ്യൻസും നമ്മളെ അറ്റംപ്റ്റ് ഇപ്പൊ മെയിൻസ് ഒക്കെ ക്ലിയർ ചെയ്ത ഒരാൾ ഇന്റർവ്യൂല് എങ്ങനെ അവിടുന്ന് ആ ഒരു കടമ്പ എങ്ങനെയാ കിടക്കുക? ഫ്ലൂവൻസിയോ കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ നോളജോ എന്തൊക്കെയായിരിക്കും അവിടെ ഒരു ടെസ്റ്റ് ഓഫ് സീരീസ് ആയിട്ട് വരിക? മെയിൻസ് നിങ്ങളുടെ ഡാഫ് നിങ്ങളുടെ ആ ഒരു നിങ്ങൾ എന്താണോ അത് തന്നെയായിരിക്കും അവിടെ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുക. കാര്യം റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള കുട്ടികളുടെ വീഡിയോസ് അല്ലെങ്കിൽ അവരുടെ ടോപ്പ് ഓഫ് സ്റ്റോക്ക് കേട്ടാൽ അറിയാം. ഇപ്പൊ അവർക്ക് ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ കൂടുതൽ ലിറ്ററേച്ചർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇപ്പൊ പൊളിറ്റിയെ കുറിച്ചോ എൻവയൺമെന്റിനെ കുറിച്ചോ എക്കണോമിക്സിനെ കുറിച്ചോ ക്വസ്റ്റ്യൻ ചോദിക്കാതെ ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ മാത്സ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ളവരാണെങ്കിൽ മാത്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചതായിട്ട് ടോപ്പേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നല്ല മഴയാണ്, ഒരു മിനിറ്റ്. അപ്പം നമ്മൾ സോഷ്യോളജി ഓപ്ഷണലായിട്ട് എടുക്കുന്ന ഒരാൾക്ക് അത് ബേസ് ചെയ്തിട്ടായിരിക്കോ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ആവുക? നമുക്കത് പറയാൻ പറ്റില്ല. കാര്യം നിങ്ങളുടെ ആ ഒരു ഡാഫ് കാണുമ്പോൾ പാനൽ ആദ്യമായിട്ടായിരിക്കും നിങ്ങളെ കാണുന്നത്. നിങ്ങളുടെ ഡാഫും അപ്പോഴായിരിക്കും സീല് അൺകവർ ചെയ്തിട്ട് അവിടെ ഓപ്പൺ ആക്കുന്നത്. ആ സമയത്ത് ഡാഫിലൂടെ കടന്നു പോകുമ്പോൾ ആ പാനലിന് ചിലപ്പോൾ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വരാം. പല ലെവലിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ചിലപ്പോൾ നിങ്ങളെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. നിങ്ങളുടെ പല ടാലന്റ് ആയിരിക്കും അവരവിടെ അളക്കുന്നത്. നിങ്ങളുടെ ക്ഷമയായിരിക്കും ചിലപ്പോൾ പരീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും റെയർ ആയിട്ടാണ് ഈ നോളജ് ടെസ്റ്റ് ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം കൂടുതലായിട്ട് നിങ്ങളെ അനാലിസിസ് ചെയ്യുക. ഒരു ഓഫീസർ എന്ന നിലയിൽ നിങ്ങളെ അനാലിസിസ് ചെയ്യുക. അതാണ് അവർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. നിങ്ങൾ ഒരു IAS അല്ല IPS അല്ലെങ്കിൽ സിവിൽ സർവീസിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് യോഗ്യതയുണ്ടോ, ആ ഒരു രീതിയിലുള്ള അപ്രോച്ച് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അല്ലാതെ നോളജ് ടെസ്റ്റിംഗ് അവിടെ ഉണ്ടാവില്ല. നിങ്ങളുടെ പേഴ്സണാലിറ്റിയാണ് അവരവിടെ അളക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഡാഫ് നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോകും. ഇപ്പൊ ഞാൻ ട്രിവാൻഡ്രം ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ ട്രിവാൻഡ്രത്തിന്റെ ചരിത്രാതീത പ്രസക്തി, എന്റെ പേരിന്റെ അർത്ഥം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ വേറെ എന്തെങ്കിലും സുകന്യ എന്നൊരാൾ ഹിസ്റ്ററിയിൽ ഏതെങ്കിലും ഒരാൾ ലൈക്ക് ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മളുമായിട്ട് ചുറ്റിപ്പറ്റി. ഇപ്പൊ ഞാൻ എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. അപ്പൊ എക്കണോമിക്സിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കറണ്ട് റിലേറ്റഡ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം. അല്ലെങ്കിൽ എക്കണോമിക്സ് എടുത്തതിന്റെ കാരണം ചോദിക്കാം. എന്ത് വേണോ ചോദിക്കാം. നമ്മളായിരിക്കുക, നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് പ്രിപ്പയർ ചെയ്ത് വെക്കാം. പിന്നെ കുറച്ച് കറണ്ട് അഫെയർ നമ്മൾ അറിഞ്ഞിരിക്കണം. സമകാലിക കാലത്ത് എന്താണ് നടക്കുന്നതെന്ന് കുറച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. എനി ഡൗട്ട് ലെഫ്റ്റ് ആർക്കെങ്കിലും? അപ്പോ സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ. അപ്പൊ നമ്മള് നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു. ഓക്കെ മാം. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ ഈ ഒരു സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദിയുണ്ട്. ജിയോയുടെ സൈഡിൽ നിന്നും എന്റെ സൈഡിൽ നിന്നും. ഓക്കെ, ഐ ഹോപ്പ് നമുക്ക് ഈ കണ്ട മുഖങ്ങളെല്ലാം നമുക്ക് മെമ്പർഷിപ്പിൽ മീറ്റ് ചെയ്യാം, ജിയോയിഡിൽ മീറ്റ് ചെയ്യാം. ശരി, എല്ലാവർക്കും ഒരു നല്ലൊരു ശുഭരാത്രി നേരുന്നു. ശരി, ഗുഡ് നൈറ്റ്. താങ്ക് യു മാം. ഗുഡ് നൈറ്റ്. Thank you, ma'am.